സാവകാശത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ ദൈവമേ ടിൻഡിയുടേതായിരിക്കുന്ന ഞങ്ങളെ പ്രസിഡന്റിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് കുടുംബമായി അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈസ് പ്രസിഡന്റിനെ കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ഓർത്ത് കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വൈസ് പ്രസിഡന്റിനെ കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളെ ടിൻഡി ഫാമിലി എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം. ഇന്ന് രാത്രിയില് ഹല്ലേലൂയ, ഞങ്ങൾ ആരാധനയ്ക്കായി ഒരു മനസ്സോടുകൂടെ താഴ്മയോട് വിനയത്തോടെ കർത്താവേ അവളുടെ സന്നിധിക്ക് അടുത്തു വരികയാണ്. പാട്ട്, പ്രാർത്ഥന, സങ്കീർത്തന, വായന, പ്രബോധന, ശുശ്രൂഷ, കർത്താവേ ആത്മീയ ആരാധന എല്ലാം അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണം. ആത്മാവിന്റെ നിറവിൽ ഹല്ലേലൂയ അങ്ങ് ആരാധിപ്പാൻ കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഹല്ലേലൂയ. ഗാന ശുശ്രൂഷയ്ക്കായി സ്തോത്രം ദൈവനാമത്തിൽ ക്ഷണിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഗാന ശുശ്രൂഷയ്ക്കായി ദൈവത്തിന് സ്തോത്രം. ദൈവദാസനെ കർത്താവിന്റെ നാമത്തിൽ അതുപോലെ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. കേൾക്കാവോ? ഹലോ, ഹലോ. ഓഡിബിളാണോ? അതെ, അതെ. ഹല്ലേലൂയ. കേൾക്കാം, കേൾക്കാം. പരിശുദ്ധനായ ദൈവത്തിന്റെ വലിയ നാമത്തെ ഞാൻ ഈ സന്ധ്യാസമയം നിങ്ങളെ വന്ദനമറിയിക്കുകയാണ്. ഈ ട്രീറ്റി ഇന്റർനാഷണൽ ഫിലിമിന് ആദ്യമായാണ് ഞാൻ കടന്നു വരുന്നത്. ഇവിടെ ഈ സന്ധ്യയിൽ ഇവിടെ കർത്താവായ ദൈവത്തെ പാടി ആരാധിക്കുവാൻ പോവുകയാണ്. പാട്ട് ഞാൻ ഇപ്പോഴാണ് പറയുന്നത്. നമ്മുടെ അകൃത്യങ്ങളെ അകറ്റുന്ന നല്ലൊരു കർത്താവ് നമ്മുടെ യേശു മാത്രമാണ്. അവൻ നമ്മുടെ അനുദിനമായിട്ടുള്ള ഭാരങ്ങൾ, നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന സകലവിധമായ ഭാരങ്ങൾ അവൻ നമുക്ക് ചുമന്നു. അനവധി നന്മകൾ നമ്മുടെ ജീവിതത്തിൽ അവൻ പകർന്നു. അവൻ നമ്മുടെ ഉപനിധിയെ അവസാനത്തോളം കാക്കുവാൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അനുഗ്രഹീതമായ ഒരു ഗാനം നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. അങ്ങനെ വാഴ്ത്തും സുന്ദരന ബലവാനടി, വാഴ്ത്തും സുന്ദരന ബലവാനടി, അവന്റെ ബലമുള്ള ഗോപുരമാവൻ സങ്കേതം, അവന്റെ സങ്കേതം, അവന്റെ ചാരയോടിയവർക്കാശ്വാസമൊരു ദിനവും, അവന്റെ ചാരയോടിയവർക്കാശ്വാസമൊരു ദിനവും, ശ്രുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന ബലവാനടി, സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന ബലവാനടി, അകറ്റിയെന്ന ശുദ്ധിയെ ആനന്ദ സന്തോഷമെന്നകമേ തന്നരുളി, അകൃത്യങ്ങളകറ്റിയെന്ന ശുദ്ധിയെ ആനന്ദ സന്തോഷമെന്നകമെന്നെ തരുളി, ആദിവ്യ തേജത്തിനഭിഷേകത്താൽ ജയത്തോടെ നടത്തിയിടുന്നു, ആദിവ്യ തേജസ്സിനഭിഷേകത്താൽ
വിജയത്തോടെ നടത്തിയിടുന്നു. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനോവേദനെ. സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന വനവാളനെ. സ്തുതിച്ചു വാഴ്ത്തും വനവാളനെ. അനുദിനം ഭാരതവൻ ചുമന്നേറുന്നു അനവധി നന്മകൾ അവനെ തരുന്നു. അനുദിനം ഭാരതൻ അവൻ ചുമന്നേറുന്നു അനവധി നന്മകൾ അവനെ തരുന്നു. അവനെന്നുപരി അവസാനത്തോടും ആക്കുവശരുന്നു. അവനെന്നുപരി അവസാനത്തോടും ഗീതം പാടി പുകഴ്ത്തിടുന്നേ മനോവേദനെ. സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന വനവാളനെ. സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന വനവാളനെ. മരണത്തെ ജയിച്ചവർ ഉയർത്തിയുണ്ട് അവിടെ ഒരുക്കുന്ന ഭവനമോടും. മരണത്തെ ജയിച്ചവൻ ഉയർത്തിയുണ്ട് അവിടെ ഒരുക്കുന്ന ഭവനമതും. ആ വീട്ടിലെന്നെ ചേർത്തിടുവാൻ വാളൻ വന്നിടുമേ. ആ വീട്ടിലെന്നെ ചേർത്തിടുവാൻ വാളൻ വന്നിടുമേ. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനോവേദനെ. സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന വനവാളനെ. സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന വനവാളനെ. അവനെന്റെ രക്ഷകൻ അവനെനിക്കുള്ളൂ ബലമുള്ള ഗോപുരം അവൻ പങ്കേ. അവനെന്റെ രക്ഷകൻ അവനെനിക്കുള്ളൂ ബലമുള്ള ഗോപുരം അവൻ സങ്കേതം. അവനെന്താരെ ഓടിയനന്ത ആശ്വാസമരുതിരം. അവന്റെ ചാരെ ഓടിയനന്ത ആശ്വാസം അനുദിനവും. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനോവേദനെ. സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന വനവാളനെ. സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന വനവാളനെ. അവന്റെ രക്ഷകൻ അവനെനിക്കുള്ളൂ ബലമുള്ള ഗോപുരം അവൻ സങ്കേതം. അവന്റെ രക്ഷകൻ അവനെനിക്കുള്ളൂ ബലമുള്ള ഗോപുരം അവൻ സങ്കേതം. അവന്റെ ചാരെ ഓടിയനന്ത ആശ്വാസമരുതിരവും. അവന്റെ ചാരെ ഓടിയനന്ത ആശ്വാസമരുതിരവും. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനോവേദനെ. സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന വനവാളനെ. സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന വനവാളനെ. അനുദിനം അവനെ തരുന്നു. അനുദിനം ഭാരതം ചുമന്നേറുന്നു അനവധി നന്മകൾ തരും. അവനെന്നുപരി അവസാനത്തോളം അവനെന്നുപരി അവസാനത്തോളം കാക്കുവശരയോ. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനോവേദനെ. സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന വനവാളനെ. സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന വനവാളനെ. മരണത്തെ ജയിച്ചവൻ ഉയർത്തിയിലുണ്ട് അവിടെ ഒരുക്കുന്ന ഭവനമതുണ്ട്. മരണത്തെ ജയിച്ചവൻ ഉയർത്തിയിലുണ്ട് അവിടെ ഒരുക്കുന്ന ഭവനമതുണ്ട്. ആ വീട്ടിലെന്നെ ചേർത്തിടുവാൻ വാളൻ വന്നിടുമേ.
ആ വീട്ടിലെന്റെ ചേർത്തിടുവാൻ അളവാളങ്ങൾ തേടുമേ. പൂവത്തിടുന്നേ മനോവേദന സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന പരമാരനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന പരമാരനെ സ്തുതിച്ചു വാഴ്ത്തും നിത്യവും ജീവനാഥൻ യേശുവേ സ്തുതിച്ചേ മരണമേ നിത്യവും ജീവനാഥൻ യേശുവേ ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതന്റെ ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതന്റെ സ്തുതിച്ചേ മരണമേ നിത്യവും ജീവനാഥൻ യേശുവേ സ്തുതിച്ചേ മരണമേ നിത്യവും ജീവനാഥൻ യേശുവേ ഭരണാധികാരി ആയിരുന്ന ഓരനാഥീശാലിനെ പരമാധികാരി ആയിരുന്ന ഓരനാഥീശാലിനെ പരത്തിനാലെ സ്തുതിച്ചേ മരണമേ നിത്യവും ജീവനാഥൻ യേശുവേ സ്തുതിച്ചേ മരണമേ ഓ ജീവനാഥൻ യേശുവേ ബഹുമാന്യനായി ആചാര്യനായും വാരിതവൻ പാകയ ബഹുമാന്യനായി ആചാര്യനായും വാരിതവൻ പാകയ ബലഹീനനായി കൈവിടാതെ ചേർന്നുകൊള്ളും പാകയ ബലഹീനനായി ജീവനാഥൻ യേശുവേ സ്തുതിച്ചേ മരണമേ നിത്യവും ജീവനാഥൻ യേശുവേ ഇടവും മനമേ തത്സമയം ഇടവും മനമേ തത്സമയം അതിധൈര്യവാസനത്തിൽ അന്തികത്തിൽ ചെന്നോനെ അതിധൈര്യവാസനത്തിൽ അന്തികത്തിൽ ചെന്നോനെ ശ്രുതിച്ചേ മരണമേ നിത്യവും ജീവനാഥൻ യേശുവേ സ്തുതിച്ചേ മരണമേ ജീവനാഥൻ ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതന്റെ ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതന്റെ ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതന്റെ ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതന്റെ ബഹുദൂതരിച്ച നാദനോരെ വാഴ്ത്തിടും നാദനെ ബഹുദൂതരിച്ച നാദനോരെ വാഴ്ത്തിടും നാമമേ ജലവും ധനവും ജ്ഞാനമെല്ല ശ്രീധരിക്കാൻ യോഗ്യൻ ബലവും ധനവും ജ്ഞാനമെല്ല ശ്രീധരിക്കാൻ യോഗ്യൻ സ്തുതിച്ചേ മരണമേ നിത്യവും ജീവനാഥൻ യേശുവേ സ്തുതിച്ചേ മരണമേ നിത്യവും ജീവൻ യേശുവേ ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ
സ്നേഹിതന്റെയാരിനി ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതന്റെയാരിനി മരണാധികാരി ആയിരുന്ന ഘോരനാപിശാചിനെ മരണാധികാരി ആയിരുന്ന ഘോരനാപിശാചിനെ മരണത്തിനെ തീർത്ഥനാഥനെ മരണത്തിനാഥനെ സ്തുതി ചെയ്യുമനവേ നിത്യവും ജീവനാഥൻ സ്തുതി ചെയ്യുമനവേ നിത്യവും ജീവനാഥൻ യേശുവേ ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി സ്തുതി ചെയ്യുമനവേ നിത്യവും ജീവനാഥൻ യേശുവേ സ്തുതി ചെയ്യുമനവേ നിത്യവും ജീവനാഥൻ യേശുവേ ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി സ്വന്തം ജീവൻ നമ്മളെ വീണ്ടെടുത്ത യേശു കർത്താവിനെ പോലെ വേറെ നല്ല ദൈവമില്ല. ഹല്ലേലൂയ. ആ നല്ല ദൈവത്തെ സ്നേഹിക്കുന്ന ആ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ച ദൈവമക്കൾ ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. Thank you, Lord Jesus. Oh, hallelujah. പ്രിയരെ, നമ്മുടെ കർത്താവ് നമ്മളെ സ്നേഹിച്ച വിധങ്ങൾ ഓർത്താണ്. നമ്മുടെ നാവ് പോരാ അവനെ സ്നേഹിക്കുന്ന. അവൻ ചെയ്ത നന്മകൾ ഈ 2023 അവസാന ദിനങ്ങളിലേക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ ചെയ്ത നന്മകൾ ഓർത്താൽ എത്ര സ്തുതിച്ചാലും പതിവിലാണ്. അവൻ നമ്മുടെ ആയുസ്സിനെ പരിപാലിച്ചില്ലേ, നമ്മുടെ കുടുംബത്തെ അവൻ പരിപാലിച്ചില്ലേ. ആ ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്തു നിർത്താനാണ്. കർത്താവെ, അങ്ങ് ചെയ്ത സകല നന്മകൾക്കുമായി നന്ദി. എല്ലാവരും കരങ്ങളെ ഉയർത്തി ദൈവത്തെ നന്ദി പറഞ്ഞാട്ടെ. കർത്താവെ, അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി, അങ്ങയുടെ കരുതലിനായി നന്ദി, ഞങ്ങളെ സൂക്ഷിച്ചായ നന്ദി, ഞങ്ങളുടെ കുടുംബത്തെ പരിപാലിച്ചായ നന്ദി, ഞങ്ങളുടെ മിനിസ്ട്രി അങ്ങ് കാത്തുപിടിച്ചതിന് നന്ദി. കർത്താവെ, എല്ലാത്തിനുമായി നന്ദി നന്ദി. ഹല്ലേലൂയ. നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ, നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. എണ്ണമില്ലാതുള്ള മകൾക്കും അത്ഭുതമാണി സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള മകൾക്കും അത്ഭുതമാണി സ്നേഹത്തിനും,
പാതയിൽ ദീപമായി വന്നുവല്ലോ ൂരിലും താഴ്വരം ജീവിത ശൂന്യതയിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുള്ളോ ജീവിത ശൂന്യതയിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുള്ളോ നന്ദി നന്ദി പിതാവേ അങ്ങ് ചെയ്ത സകല ഉപകാരങ്ങൾക്കുമായി ഞങ്ങൾ നൽകുന്നു. പിതാവേ എന്തും അങ്ങേക്ക് തന്നാലും മതിയായിരുന്നു തന്നെ. പാട്ടുകാരൻ പറയുന്നത് പോലെ കോടി കോടി സ്തോത്രം എനിക്ക് പറഞ്ഞാലും മതിയാകും. ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾക്കായി നന്ദിയോടെ ശ്രദ്ധിക്കുന്നുണ്ടാവും. നന്ദിത്തോളം വിശ്വസതയോടെ ജീവിപ്പാൻ ഞങ്ങൾക്ക് പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 2023 ഇതുവരെ നിങ്ങളെ കാത്തു പരിപാലിച്ച എന്റെ സ്നേഹത്തിനായ നന്ദി കർത്താവേ. ഞങ്ങൾ അനുഗ്രഹിക്കുന്നത് വയ്ക്കാൻ നന്ദി കർത്താവേ. ഈ മീറ്റിംഗ് തുടർന്നുള്ള ശുശ്രൂഷ എല്ലാവരും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യനെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന നന്ദിയോട് സ്തുതിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഇടുക്കി ഡിസ്ട്രിക്റ്റിന്റെ കോർഡിനേറ്റർ ആയിരിക്കുന്ന ദേവദാസിന് തുടർന്ന് മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ ഫോൺ കംപ്ലൈന്റ് ആണ്. അതുകൊണ്ട് ജോസഫ് ചാക്കോ പാസ്റ്റർ ഡിവൈസിലുണ്ടെങ്കിൽ തുടർന്നുള്ള മീറ്റിംഗ് ഒന്ന് കണ്ടിന്യൂ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ വന്നതേ ഉള്ളൂ. അനുഗ്രഹീതമായ ശുശ്രൂഷകൾ, ആരാധന നമുക്ക് ദൈവം നൽകിയല്ലോ. തുടർന്ന് നടക്കുന്ന നമ്മുടെ ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. ഈ ആരാധനയിൽ തുടർന്നുള്ള സങ്കീർത്തന ധ്യാനം, അപ്പോൾ തന്നെ വചന ശുശ്രൂഷ, സാക്ഷ്യങ്ങൾ എല്ലാം അനുഗ്രഹമായി തീരേണ്ടതിന് അല്പസമയം എല്ലാവരും ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥനയ്ക്കായി തങ്ങളെ തന്നെ ഏൽപ്പിച്ചാട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഓ, ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിൽ വെളിപ്പെടട്ടെ. പലയിടങ്ങളിലാണ് നാം ഇരിക്കുന്നത്, സൂമിലാണ് നാം ഒരുമിച്ച് കാണുന്നത്. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. എല്ലാ ഭവനങ്ങളിലും കർത്താവുണ്ട്. കർത്താവിന്റെ സാന്നിധ്യമാണ്
നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്നത്. ഈ ആണ്ടിന്റെ ഒടുവിൽ ഈ ദിവസം വരെയും ദൈവം നമ്മെ നടത്തിയ വിശ്വസ്തത നാം കേട്ടല്ലോ. നന്ദി കർത്താവിന് കരേറ്റുവാൻ തക്കവണ്ണം ഇന്ന് സന്ധ്യാവേളയിൽ ദൈവം നമ്മെ ഒരുക്കിയതിനായി അല്പസമയം എല്ലാ ഹൃദയങ്ങളും ദൈവസന്നിധിയിൽ പകർന്ന് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തുടർന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിന് വേണ്ടി കർത്തൃദാസൻ CS ജോണിക്കുട്ടി പാസ്റ്റർ തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളുടെ എല്ലാം അനുഗ്രഹത്തിന് വേണ്ടി ഇപ്പോൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, തിരുനാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് സന്ധ്യയെങ്കിൽ കേരളത്തിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും അമേരിക്കയിൽ പ്രഭാതത്തിലും ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ തരുണത്തിൽ ഈ ആരാധന ശുശ്രൂഷയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്ന, ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ ദാസന്മാരെ എല്ലാം കർത്തൃകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ദിവ്യവും കണിശവുമായ അഭിഷേകം യഥോചിതമായി ഉണ്ടാകുമാറാകട്ടെ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ ആരാധിപ്പാൻ കൃപ ചെയ്തുവല്ലോ. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും, സങ്കീർത്തന, ആലാപന, പ്രബോധനം, സാക്ഷ്യങ്ങൾ, മധ്യസ്ഥ പ്രാർത്ഥന, തിരുവചന ചിന്തകൾ എല്ലാം ഏറ്റവും മികച്ചതായിരിക്കാൻ, അതുവഴി ജനത്തോട് ദൈവത്തിന് ഇടപെടുന്ന സാധ്യതകൾ വെളിപ്പെടുവാൻ, ശക്തമായ ദൈവപ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയാകട്ടെ. ആഗ്രഹിക്കുന്നവരെ വേഗത്തിൽ കൂട്ടിവരുത്തുമാറാകണമേ. ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധികളിൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവർ വിടുതൽ പ്രാപിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് സ്തോത്രം. കർത്താവെ, നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒന്നും ഉണ്ടാകാതെ ഞങ്ങളെ കരുതണം, കാക്കണം. തിരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുമാറാകണമേ. എല്ലാം അവിടുത്തെ മഹത്വത്തിനായി തീർക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. 84-ാം സങ്കീർത്തന ധ്യാനത്തിനായിട്ട് നാം വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. 84-ാം സങ്കീർത്തനം എന്നോട് ചേർന്ന് എല്ലാവർക്കും വായിക്കാം. നാം ഒരുമിച്ച് അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഏറ്റവും ഒടുവിലത്തെ 12-ാം വാക്യം വരെയും ഒരുമിച്ച് വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. 84-ാം സങ്കീർത്തനം. എല്ലാവരും പുസ്തകം എടുത്തു എന്ന് കരുതുന്നു. 84-ാം സങ്കീർത്തനം. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എന്റെ ഹൃദയവും എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കുരുവിനൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ രാജാവും എന്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടേയിരിക്കും. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിന്റെ ദൈവമേ, ചെവിക്കൊള്ളണമേ. ഞങ്ങളുടെ പരിചയായ ദൈവമേ, നോക്കണമേ. നിന്റെ അഭിഷിക്തന്റെ മുഖത്തെ കടാക്ഷിക്കണമേ. നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങൾ പാർക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്ന എനിക്ക് ഏറെ ഇഷ്ടം. ഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. ഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. സൈന്യങ്ങളുടെ ഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. സൈന്യങ്ങളുടെ ഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ ആണ്ടിന്റെ ആരംഭം കണ്ടവര് അല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ലോകത്തിൽ ജീവിച്ച് വലിയ പ്രതീക്ഷയോടും സ്വപ്നങ്ങളോടും കൂടെ മുൻപോട്ട് പോയ അനവധി ജീവിതങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മൺമറഞ്ഞു മാറ്റപ്പെട്ടു. എത്രയോ അനർത്ഥങ്ങൾ, സംഭവങ്ങൾ, രോഗങ്ങൾ, അപകടങ്ങൾ എന്ന് വേണ്ട അപ്രതീക്ഷിതമായി നടക്കുന്ന അനവധി പ്രതികൂലങ്ങളുടെ നടുവിൽ വേദനയിലും ദുഃഖത്തിലും അനേകരും കഴിച്ചു കൂട്ടുമ്പോൾ
ട്രിനിറ്റി ഇന്റർനാഷണൽ മിനിസ്ട്രീസിലുള്ള ഇതിന്റെ നേതൃത്വം നിൽക്കുന്ന കർത്തൃദാസിദാസന്മാർ, അപ്പോൾ തന്നെ ഇതിന്റെ അംഗങ്ങളായിരിക്കുന്നവർ എല്ലാവരെയും ദൈവോടങ്ങളിൽ പരിപാലിച്ചു. ദൈവത്തിന്റെ വിശ്വസതയെ ഓർത്ത്, നന്മയെ ഓർത്ത്, നടത്തിപ്പിനെ ഓർത്ത് ഒരല്പസമയം നന്ദി പറഞ്ഞ് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഒരുമിച്ച് നമ്മുടെ ഹൃദയം തുറന്ന്, എല്ലാ ഉള്ളങ്ങളും തുറന്ന് അല്പസമയം ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ കഴിവല്ല, നമ്മുടെ പ്രാപ്തിയല്ല, നമ്മുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിന്റെ വിശ്വസ്തത, അവന്റെ കരുണ, അവന്റെ ദീർഘക്ഷമ. ജീവനോടെ ഇരുന്ന് നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നല്ലോ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഒരവസരം കൂടെ ഞങ്ങൾക്ക് ആരാധനയ്ക്കായി ഈ സൂമിൽ അവിടുന്ന് ഒരുക്കി തന്ന ഈ ഭാഗ്യാവസരത്തിനായി സ്തോത്രം. വിശിഷ്യ ഈ വർഷത്തിന്റെ ഒടുവിലത്തെ ദിനങ്ങളോട് ഞങ്ങൾ അടുക്കുമ്പോൾ ഞങ്ങൾക്ക് ദൈവം തന്ന എല്ലാ വിടുതലും ഞങ്ങൾ ഒരു നിമിഷം ഓർക്കുന്നു. സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുവാൻ ട്രിനിറ്റി ഇന്റർനാഷണൽ മിനിസ്ട്രീസിന്റെ ഞങ്ങളുടെ പ്രസിഡന്റ്, കുടുംബം, അതുപോലെ വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ സെക്രട്ടറി, ഒഫീഷ്യൽസ്, അതുപോലെ തന്നെ കോർഡിനേറ്റേഴ്സ്, അതുപോലെ തന്നെ എല്ലാ നിലകളിലും ഇതിന്റെ പ്രവർത്തകരായിരിക്കുന്നവരെ, അംഗങ്ങളെ ദൈവം ഇത്രത്തോളം നടത്തിയതിനായി സ്തോത്രം. ഇന്ന് രാത്രിയിലെ ശുശ്രൂഷകളെ എല്ലാം കരങ്ങളിൽ ഏൽപ്പിച്ചു തരട്ടെ. നല്ല സംഗീതത്തിന്റെ ഭാഗം നൽകിയല്ലോ, തുടർന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. തുടർന്ന് ഇന്ന് രാത്രി ദൈവവചന ശുശ്രൂഷ അനുഗ്രഹമാക്കണമേ. തുടർന്നുള്ള പ്രാർത്ഥനയും സാക്ഷ്യവും അനുഗ്രഹമാക്കി തീർക്കണമേ. എല്ലാം ദൃക്കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമത്തിനായി സ്തോത്രം. ഞാനും വളരെ ബിസിയിലായിരുന്നു. വന്നു കയറിയിട്ട് അധിക സമയമായില്ല. ഞാൻ മുണ്ടക്കയത്തിനടുത്ത ഒരു സ്ഥലത്തായിരുന്നു. പകല് സഭായോഗം. സഭായോഗാനന്തരം അനുഗ്രഹിക്കപ്പെട്ടൊരു പരസ്യോഗത്തിന് പ്രസംഗിച്ചതിന് ശേഷം വൈകിട്ട് നമ്മുടെ മിനിസ്ട്രിയുടെ മീറ്റിങ്ങിന് കൂടുവാൻ വേണ്ടി തന്നെ വളരെ പെട്ടെന്ന് വന്ന് കാര്യങ്ങൾ ക്രമീകരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞത് ജോസ് പാസ്റ്റർ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാനും ഒരുക്കത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളായിരുന്നു. നമ്മുടെ ആരാധനയിൽ ഒരു മുടക്കമുണ്ടാകരുതല്ലോ. കാരണം ദൈവവചനം അങ്ങനെയാ നമ്മെ പഠിപ്പിക്കുന്നത്, എല്ലായ്പ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. സ്തോത്രം. നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. പല സാഹചര്യങ്ങൾ പലർക്കും നെറ്റിനും ഒക്കെ പ്രയാസം ഉണ്ടാകാം. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരെല്ലാം കൃപയും കഴിവുള്ളവരാണ്. എല്ലാവരും ഒരുക്കത്തോടു കൂടെ ഇരിക്കുന്നവരാണ്. നിശ്ചയമായും ഒരു ചെറിയൊരു പ്രയാസം ഉണ്ടായാൽ അത് ഏറ്റെടുത്ത് ചെയ്യാൻ കഴിവുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് സന്ധ്യാവേളയിൽ ഇവിടെ വായിച്ച സങ്കീർത്തന ഭാഗം നമുക്കെല്ലാം പരിചിതമായ സങ്കീർത്തനമാണ്. സ്തോത്രം. ഈ ഷൂമിലായിരിക്കുന്ന നമ്മുടെ പ്രസിഡന്റ്, കുടുംബം, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റ് കർത്തൃദാസന്മാർ, എല്ലാ ഒഫീഷ്യൽസിനും, എല്ലാ പ്രിയപ്പെട്ടവർക്കും, സൗരസൗരന്മാർക്ക് ക്രിസ്തുയേശുവിൻ നാമത്തിൽ വന്ദനം. വളരെ പെട്ടെന്ന് ഈ സങ്കീർത്തന ഭാഗത്തിൽ നിന്ന് 1-2 ചിന്തകൾ ഓർപ്പിച്ച് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിപ്പാൻ താല്പര്യപ്പെടുകയാണ്. ഒന്നാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എന്റെ ഹൃദയവും എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. നമുക്ക് വളരെ പരിചിതമായ സങ്കീർത്തന ഭാഗമാണ്. കോരഹപുത്രന്മാർ പാടിയ ഒരു സങ്കീർത്തനമാണ്. പ്രത്യേകിച്ച് കോരഹ, ദാദാൻ, അബീരാം എന്ന് പറയുന്നവർ സംഖ്യാപുസ്തകത്തിലുണ്ട്. മോശയോട് മത്സരിച്ച ഒരു അനുഭവം ഉണ്ടായി. അങ്ങനെ കോരഹും ദാദാനും അബീരാമും ഇസ്രായേലിൽ പ്രമാണികളായിരുന്ന ആ വലിയ ആളുകൾ മോശയോട് മത്സരിക്കുമ്പോൾ ദൈവം തന്നെ അവരോട് കോപിക്കുവാനിടയായി. ദൈവദാസനായ മോശയോട് മാത്രമേ ദൈവം സംസാരിച്ചിട്ടുള്ളൂ എന്നൊക്കെ ചോദിച്ച് വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവത്തിന് അവരോട് കോപമുണ്ടായി. അവരുടെ കൂടാരങ്ങളിൽ നിന്ന് മാറിപ്പോകാൻ പറഞ്ഞു. കാരണം ഭൂമി അവരെ വിഴുങ്ങാൻ തുടങ്ങി. കാരണം അത്ര നിലയിലാണ് അവര് മോശയ്ക്ക് വിരോധമായി, ദൈവജനത്തിന് വിരോധമായി എന്ത് ചെയ്തത്? പിറുപിറുക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തത്. ഏതായാലും വേണ്ടുമില്ല, ഈ കോരഹിന്റെയും ദാദാന്റെയും അബീരാമിന്റെയും കൂടാരങ്ങളെ വിഴുങ്ങാൻ തുടങ്ങുമ്പോൾ ഈ കോരഹിന്റെ പുത്രന്മാരെ അവരവിടുന്ന് ഒരൊറ്റ ഓട്ടം കൊടുത്തു. ഓടി ദൈവത്തിന്റെ യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ കയറി പിടിച്ചു. ശ്രദ്ധിക്കണം, അപ്പനും അപ്പന്റെ കൂട്ടുകാരും സ്വന്തക്കാരും എല്ലാം പറഞ്ഞു, ദൈവജനത്തിനും ദൈവ ആത്മീയ അനുഭവങ്ങൾക്കുമൊക്കെ എതിരെ അവരെന്ത് ചെയ്യുന്നു? മത്സരിച്ചപ്പോൾ
ഈ കോരകപുത്രന്മാർ എന്ത് ചെയ്തെന്നറിയാമോ? അവർക്ക് കൂട്ടുനിന്നില്ല. അവര് പറഞ്ഞു, ഞങ്ങൾ സത്യത്തിന് വേണ്ടി നിൽക്കും, യാഥാർത്ഥ്യത്തിന് വേണ്ടി നിൽക്കും. അപ്പനാണെങ്കിലും ശരി. അപ്പനെ ഇട്ടേച്ച് അവർ ഓടിച്ചെന്ന് യാഗപീഠത്തിന്റെ മുമ്പിലെ പിടിച്ചു കഴിഞ്ഞ് ആ യാഗപീഠത്തിലെ ആ ദൈവസന്നിധിയുടെ മനോഹരത കണ്ടുകൊണ്ട് അവര് പാടിയ സങ്കീർത്തനമാണ് 84-ാം സങ്കീർത്തനം. ആ യാഗപീഠത്തിന്റെ കൊമ്പിനെ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയാമോ? വിരിക്കപ്പെട്ട ചിറകുള്ള കെരൂബിനെ വളരെ മനോഹരമായി ചിത്രത്തയ്യൽ പണി കൊണ്ട് പണിതു വെച്ചിരിക്കുക. നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞിനൂൽ, ഇങ്ങനെ നമ്മൾ പഠിച്ചാൽ വിസ്തരിക്കുന്നില്ല. ഇതെല്ലാം കൂടെ ചേർത്ത് മനോഹരമായ ഒരു കെരൂബ് ചിറക് വിരിച്ചിരിക്കുന്ന കാഴ്ചയാണ് ഈ യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്ന് പിടിച്ച് അകത്തേക്ക് നോക്കിയാൽ കാണുവാൻ കഴിയുന്നത്. താഴേക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നത് മരുഭൂമിയാണ്, മരുപ്പറമ്പാണ്. യാഗപീഠം ഇരിക്കുന്നിടത്ത് മരുപ്പറമ്പാണെങ്കിലും ഉയരങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒരു വലിയ കരുതലും വലിയ വിടുതലും അവർക്ക് കാണുവാൻ കഴിഞ്ഞു. ആ പ്രാകാരത്തിനകത്ത് ദൈവത്താൽ ക്രമീകരിക്കപ്പെട്ട വിടുതൽ കണ്ട്, ആ കൂടാരത്തിന്റെ മനോഹരത കണ്ട് അവര് പാടി, സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. ദൈവത്തിന് സ്തോത്രം. ഈ കൂടാരത്തെ പുറമേ നിന്ന് ഒരാൾ നോക്കിയാൽ ഇതിന്റെ മനോഹരത മനസ്സിലാകുകയില്ല. ഇത് തകശുതോലിട്ട് മൂടിയതും, സമാഗമന കൂടാരത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. തകശുതോലിട്ട് മൂടിയതും ഇത് പുറമെ നിന്ന് നോക്കുന്നവൻ, ഒരു വേദപണ്ഡിതൻ പറഞ്ഞിരിക്കാൻ, ദൂരേന്നൊരു മലയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ ശവപ്പെട്ടി ഇരിക്കുന്ന പോലെ ഇരിക്കുള്ളൂ. അത്രയാ ഇതിന്റെ പുറമേയുള്ള തോലെന്ന് പറയുന്നത് തകശുതോല. അത് പരിവരുത്ത തോല. പുറമെ ഒരു ഭംഗിയുമില്ല. പക്ഷെ ഇതിനകത്ത് കയറണം. ഇതിന്റെ കൃപയും ഭംഗിയും ഒക്കെ അറിയണമെങ്കിൽ ആരാധനയുടെ മഹത്വം അറിയുന്നത് ആരാന്നറിയാമോ? ഇതിനകത്ത് വന്നവരാ. പുറത്ത് നിൽക്കുന്നവൻ അറിയത്തില്ല. പുറത്ത് നിൽക്കുന്നവൻ പറയും, എന്തൊരു ബഹളമാണ്, എന്തൊരു ഹല്ലേലൂയയാണ്, എന്തൊരു സ്തോത്രമാണ്. അവൻ ഇപ്പൊ അതും ഇല്ലാതെ വന്നുകൊണ്ടിരിക്കുക. ഏതായാലും ഇവിടെ ഒരു അകത്ത് കയറിയവന് സന്തോഷിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അവൻ ദൈവത്തിന്റെ മനോഹരമായ വിടുതൽ കണ്ട് അനുഭവിച്ച് അറിഞ്ഞവരാണ്. ഇന്ന് രാത്രിയിൽ ഈ ഷൂമിലായിരിക്കുന്നതോട് ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ വിടുതൽ അനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് ആരാധിക്കാതിരിക്കാൻ കഴിയത്തില്ല. അതിന്റെ കാരണം യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ പിടിച്ചിരിക്കുക. യാഗപീഠം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കുറിക്കുകയാണ്. നമുക്കറിയാം, യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുകയും നമ്മെ തന്നെ യാഗപീഠത്തോട് ചേർത്ത് ബന്ധിക്കുമ്പോൾ, ഇന്ന് രാത്രി ഒരു സമർപ്പണത്തോടുകൂടെ നമ്മെ തന്നെ ഒരുക്കുമ്പോൾ ചില വിടുതലുകൾ ആത്മീയ ആരാധനയിൽ അനുഭവിച്ചറിയുവാൻ കഴിയുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ പിടിച്ചവർക്ക് പറയാൻ കഴിയുന്നത് ഇതെത്ര മനോഹരമാണ്. ആത്മീയ അനുഭവങ്ങൾ, അതിന്റെ വിടുതലുകൾ, അതിന്റെ നന്മകൾ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശലോമോന്റെ സ്തോത്രം അവിടെ നാം ഇങ്ങനെ പഠിക്കുന്നുണ്ട്. ആ ശൂനേങ്കാരി ഇങ്ങനെ ഇങ്ങോട്ട് മുന്നോട്ട് വന്ന് അവളുടെ ആട്ടിടയനെ കുറിച്ച്, ഇടയച്ചെറുക്കനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ തോഴിമാരൊക്കെ പറഞ്ഞു, എടി നീ എന്തൊരുത്തിയ, ശലോമോൻ എത്ര സൗന്ദര്യമുള്ളവനാ, ശലോമോന് നിന്നെ താല്പര്യമാ, ശലോമോന് നിന്നെ ഇഷ്ടമാ, അവന്റെ കൊട്ടാരത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ തയ്യാറാ. അവള് പറഞ്ഞു, ശലോമോനോ, ശലോമോനെ എനിക്ക് വേണ്ട. അയ്യോ, ആരെങ്കിലും തള്ളിക്കളയുമോ? അപ്പൊ ചോദിച്ചു, നിന്റെ പ്രിയൻ എന്നാ വിശേഷത? അവള് പറഞ്ഞു, എന്റെ പ്രിയനോ അവൻ 10,000 ശ്രേഷ്ഠൻ. ശലോമോനേക്കാൾ വലിയ ഒരു പ്രിയനെ കണ്ടെത്തിയ അവൾ പറയുക, എന്റെ പ്രിയൻ 10,000 ശ്രേഷ്ഠന്. ലോകമാകുന്ന ശലോമോൻ ദൈവമക്കളെ ആത്മീയ അനുഭവങ്ങളിൽ നിന്ന് വലിച്ചിഴച്ച് അവരെ ആകർഷിക്കുന്ന, കണ്ണഞ്ചിപ്പിക്കുന്ന അനവധി കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവൻ പ്രിയനെ കുറിച്ച് തിരിച്ചറിയുന്ന, പ്രിയനെ അനുഭവിച്ചറിയുന്ന, ദൈവ സാന്നിധ്യവും ദൈവസ്നേഹവും രുചിച്ചറിയുന്ന ദൈവമക്കൾക്ക് പറയാനുള്ളത്, എന്റെ പ്രിയനവൻ 10,000 അതിശ്രേഷ്ഠനാണ്. ഇന്ന് രാത്രി സൂമിലിരിക്കുന്ന എന്റെ മാന്യ പ്രിയപ്പെട്ടവരെ, പ്രിയനുമായുള്ള നമ്മുടെ ബന്ധം എങ്ങനെയുണ്ട്? ആത്മീയ ആരാധനയിൽ നമ്മുടെ ബന്ധം എങ്ങനെയുണ്ട്? അവനെ അനുഭവിച്ചും രുചിച്ചും ദൈവസ്നേഹം അനുഭവിച്ചറിയുന്ന
ആ അനുഭവത്തിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയതലം പിഴച്ച് വികസിച്ച് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. എന്റെ പ്രിയനോ, അവൻ 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠനാണ്, അവൻ ഉന്നതനാണ്, അവനാണ് എന്റെ പ്രിയൻ. അവൻ ശലോമോനേക്കാൾ, ഇവിടുത്തെ സകല ജ്ഞാനങ്ങളെക്കാൾ, ഇവിടുത്തെ ഉന്നതമായ പലതിനേക്കാൾ ഇന്ന് രാത്രി ആ പ്രിയനുമായി ബന്ധമുള്ളവർക്ക് പറയാൻ കഴിയും. ആരാധനയുടെ മനോഹരിത, അതിന്റെ ശ്രേഷ്ഠത, അതിന്റെ ഉന്നതമായ അനുഭവം, അതിൻ്റെതായിരിക്കുന്ന വൈശിഷ്ട്യം, അതിൻ്റെതായ ഉദാത്തതയും ഉത്തമതയും അതിൻ്റെതായ ശ്രേഷ്ഠതയും അനുഭവിക്കുന്ന ദൈവമക്കൾ കരങ്ങളിൽ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിന് സ്തോത്രം. അടുത്ത പദം വായിക്കുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ആമേൻ. അടുത്ത പദം ഇങ്ങനെ വായിക്കുന്നു: എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. കുരിയിലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കും ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ രാജാവും എന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ. കുരികിലും മീവലും എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ പക്ഷികളാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞല്ലോ, കാശിന് 2 കുരികിലിനെ വിൽക്കുന്നില്ലയോ, 2 കാശിന് 5 കുരികിലിനെ വിൽക്കുന്നില്ലയോ? അപ്പം കർത്താവിന് കണക്കറിയാൻ മേലേ? എടാ, കാശിന് 2 ആണെങ്കിൽ 2 കാശിന് എത്രയാ? 4 അല്ലേ? അല്ലെന്നേ, ഒരെണ്ണം ഫ്രീ ആയിട്ട് കൊടുക്കുന്നേ. 2 കാശ് കൊടുത്ത് നീ കുരികില് മേടിച്ചാൽ ഒരെണ്ണം ഫ്രീയാ. ഫ്രീ ആയിട്ട് കിട്ടുന്നതിനെ പോലും എന്റെ കർത്താവ് മറന്നു പോകുന്നില്ല. ആ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? നീ 2 കാശ് കൊടുത്ത് 4 കുരുകിലിനെ അല്ല മേടിക്കുന്ന, ഒന്നിവിടെ നിനക്ക് ഫ്രീ ആയിട്ട് തരും. അങ്ങനെ ഫ്രീ ആയിട്ട് തരുന്ന ഒരു കുരുകിലിനെ പോലും എന്റെ തമ്പുരാൻ മറക്കുന്നില്ല കേട്ടോ. ഫ്രീ കിട്ടുന്ന പലതോ ചുമ്മാ കിട്ടുന്നതിനെ പലരും ഓർക്കത്തില്ല. എന്നാൽ എന്റെ കർത്താവ് ആ കുരുകിലിനെ പോലും മറക്കുന്നില്ല. കുരുകിലിന്റെ പ്രത്യേകത എന്നാണെന്നറിയാവോ? അതിന്റെ പാർപ്പിടം യാഗപീഠത്തിലാണ്. ഏറ്റവും ചെറിയ പക്ഷിയ, ആർക്കും വേണ്ട കേട്ടോ. എല്ലാവരാലും തള്ളപ്പെട്ടതുപോലെ ഇങ്ങനെ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. പക്ഷെ ഈ കുരുകിലിനെ കണ്ടാൽ അതിനവിടുന്ന് ചോദിച്ചാൽ ഒരു കാര്യം പറയും: എന്റെ പാർപ്പിടമായ യാഗപീഠത്തില. കുരുകിലൊരു വീടുണ്ട്, പാർപ്പിടമുണ്ട് കുരികിലിന്. അത് ആ യാഗപീഠമാ. ആ യാഗപീഠത്തിൽ പാർപ്പിടം കണ്ടെത്തിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ യാഗപീഠത്തിൽ പാർക്കുന്ന, ആലയത്തിന്റെ വാതിൽ കാവൽക്കാരനായിരിക്കുന്ന, താഴോട്ട് വായിക്കുമ്പോൾ അനവധി ചിന്തകൾ അവിടെയുണ്ട്. ആ ശ്രേഷ്ഠമേറിയ ആ യാഗപീഠത്തിലെ അനുഭവം ആമേൻ അനുഭവിക്കുന്ന ആ കുരിയില് പോലെ ആമേൻ എല്ലാവരും ചെറിയവരായിരിക്കാം, ആമേൻ തള്ളപ്പെട്ടവരായിരിക്കാം. ആർക്കും ചിലപ്പോൾ നിന്നെ കണ്ണിന് അവർക്ക് ഇമ്പകരമായി തോന്നിയെന്ന് വരത്തില്ല. പലരും നിന്നെ ത്യജിച്ചെന്ന് വരാം, തള്ളിയെന്ന് വരാം. പക്ഷെ ആ യാഗപീഠത്തിൽ കൂട് കണ്ടെത്തിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ യാഗപീഠമാണ് നമ്മുടെ കൂട്. ആമേൻ. സമർപ്പണമാണ് നമ്മുടെ കൂട്. അതാണ് നമ്മുടെ വീട്. അതാണ് നമ്മുടെ ഉദാത്തവും ഉന്നതവുമായ അനുഭവം എന്ന് പറയുന്നത്. ആ ശ്രേഷ്ഠമേറിയ അനുഭവം പ്രാപിച്ച ഒരു കൂട്ടം ആളുകളാണ് ഈ സൂമിൽ ഒരുമിച്ച് കൂടി വന്നിരിക്കുന്നത്. ആമേൻ. അവരവരുടെ വീടുകളിലായി ഇരിക്കുന്നെങ്കിലും ആ ഇരിക്കുന്ന സ്ഥലം മറന്ന് ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്ത് ഈ ആണ്ടിന്റെ ഒടുവിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് നമ്മുടെ അകത്തലം ഒന്ന് കാത്തി ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമെങ്കിൽ ചില വിടുതലുകൾ നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് കഴിയും. നമ്മുടെ ആരാധന എന്ന് പറയുന്നത്, നമ്മുടെ ആരാധനയുടെ ശക്തി എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ ശക്തിയേക്കാൾ ഒരു ഡൂനാമിസ് പവർ, അന്ധകാരത്തിന് മേൽ ജയമെടുക്കുന്ന ഒരു ദൈവശക്തിയാണ്. അത് വ്യാപരിക്കുമ്പോൾ രോഗബന്ധനം അഴിയും, അത് വ്യാപരിക്കുമ്പോൾ കെട്ടുകൾ പൊട്ടും, അത് വ്യാപരിക്കുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടും. അതുകൊണ്ട് ഈ സൂമിൽ നടക്കുന്ന ആരാധന ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ഈ രാത്രി വന്നുയർന്ന എല്ലാവർക്കും വന്ദനം പറയുന്നു. തുടർന്ന് സാക്ഷ്യത്തിനായിട്ടുള്ള അവസരങ്ങൾ വേർതിരിക്കുകയാണ്. ആ സ്തോത്രം. നമുക്ക് ആ സാക്ഷ്യങ്ങളെ പ്രസ്താവിക്കാം, പ്രാർത്ഥനാ വിഷയങ്ങളെ പ്രസ്താവിക്കാം. അതിനുവേണ്ടിയുള്ള അവസരങ്ങൾ നൽകുന്നു. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സാക്ഷ്യത്തിനുള്ള അവസരം എടുത്താട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബമായിട്ടുള്ള മേരി ക്രിസ്മസ് നേരുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞായിരുന്നു, ജഡംബോന്റെ പനിയുടെ കാര്യം. കുഞ്ഞിനെ ഇപ്പം സൗഖ്യമായി, എന്നാലും ആഹാരം ശരിക്കും കഴിക്കുന്നില്ല. അവന് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ കൊച്ചു കുഞ്ഞിനെ ഇപ്പം പനിയായി, പ്രത്യേകം അവന് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ കഴിഞ്ഞ ആഴ്ച തമ്പിച്ച ഒരു പ്രാർത്ഥന വിഷയം പറഞ്ഞായിരുന്നു, ടെസ്റ്റിൻ്റെ കാര്യം.
ആ ടെസ്റ്റിൽ 100 മാർക്ക് വാങ്ങിച്ച് പാസ്സാകാൻ സഹായിച്ചു. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയാണ്. എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടി പിന്നെയും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ സാക്ഷ്യത്തിൽ ഞാൻ വിരമിക്കുന്നു. ആമേൻ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹരായ എല്ലാ ദൈവദാസന്മാരും എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഈ രാത്രിയിൽ വിശുദ്ധ ആരാധനയിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കർത്താവ് സാവകാശം നൽകി. ഒരു പ്രാർത്ഥന വിഷയം പങ്കുവയ്ക്കാൻ ആയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിലെ ഒരു ദൈവദാസി, തന്റെ പേര് റൂബി എന്നാണ്. താനൊരു ശുശ്രൂഷകന്റെ ഭാര്യയാണ്. എൻ്റെ ചർച്ചിൽ തന്നെ മെമ്പർ ആയിരിക്കുന്ന ദൈവദാസനാണ് അദ്ദേഹം. മറ്റൊരു സഭയിൽ കുടുംബമായി കർത്താവിന്റെ പേരിലായിരിക്കുന്നു. ഈ ദേവദാസന്റെ ഭാര്യ റൂബി ചില ദിവസങ്ങളായിട്ട് ശാരീരികമായിരിക്കുന്ന വളരെ പ്രയാസത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. തന്റെ രോഗം എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ എന്നുള്ള ഒരു രോഗത്താൽ ഭാരപ്പെട്ടുകൊണ്ട് ഈ ദിവസങ്ങളിൽ അവരായിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് അതിന്റെ ബയോപ്സിക്ക് നടത്തി അതിന്റെ റിസൾട്ട് പോസിറ്റീവായി മാറി. വളരെ ഭാരത്തോടു കൂടിയാണ് ദേവദാസും കുടുംബവും, പ്രത്യേക പ്രിയ ദേവദാസി അവരിന്ന് അവരുടെ സഭയിൽ ശുശ്രൂഷയ്ക്ക് പോയില്ല. എൻ്റെ സഭയിലാണ് ഇന്ന് ആരാധന കിട്ടിയത്. ദൈവസഭയിലുള്ളതായ ദൈവമക്കളുടെ വിഷയങ്ങൾ പങ്കുവെച്ച പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിരിക്കുകയാണ്. ഞാൻ അവരെ ഓർപ്പിക്കാനിടയായി നമ്മുടെ ഈ മിനിസ്ട്രിയിൽ പ്രാർത്ഥന ഉണ്ടല്ലോ, ആ വിഷയം ഞാൻ ഇവിടെ പങ്കുവെച്ചോളാം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഇന്ന് രാത്രി ഞാൻ ഈ സാക്ഷ്യത്തിലൂടെ ഈ പ്രാർത്ഥന വിഷയം പങ്കുവയ്ക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിലും ആത്മാർത്ഥമായി എല്ലാ ദൈവദാസിദാസന്മാരുടെ വിനയമായ പ്രാർത്ഥന വിനീതമായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. പ്രിയ ദൈവദാസിയുടെ പേര് റൂബി സുരേഷ് എന്നാണ്. അടുത്ത 2 ദിവസം ഒരു മെഡിക്കൽ കോളേജിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. തുടർന്നുള്ള ചികിത്സയ്ക്ക് വേണ്ടി ദൈവാത്ഭുതം പ്രവർത്തിക്കേണ്ടതിന് വേണ്ടി. പ്രൈമറി സ്റ്റേജ് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഒരു ദൈവപ്രവൃത്തി ആ വിഷയത്തിൽ ഉണ്ടാകുവാൻ എല്ലാവരും തുടർന്നും ദൈവദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ ഈ നല്ല വിശുദ്ധ സായം സന്ധ്യയിൽ ട്രിനിറ്റി ഇൻഡസ് പ്രയർ ഫൗണ്ടേഷന്റെ വിശുദ്ധ സഭായോഗത്തിൽ എനിക്കും ഒരു സാവകാശം കൂടി ദൈവസന്നിധിയിൽ നിലനിൽക്കുവാൻ, സാക്ഷ്യം പ്രസ്താവിപ്പാൻ കർത്താവ് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ വിശുദ്ധ സഭായോഗം അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ബഹുമാനി കർത്തൃഭൃത്യൻ ജോസഫ് ചാക്കോ അവറുകൾ, ബഹുമാനിയ കർത്തൃ ദൈവദാസന്മാർ, ദൈവദാസിമാർ, ഈ സൂം പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുന്ന ബലപ്പെട്ട ദൈവദാസന്മാർ, പ്രത്യേകാൽ നമ്മുടെ ട്രിനിറ്റി ഇൻഡസ് പ്രയർ മിനിസ്ട്രിയുടെ ആദരണീയനായ ചെയർമാൻ തോമസ് സാറ്, പ്രിയ കർത്തൃദാസി, വാത്സല്യ മാതാവ്, ഈ സൂം പ്ലാറ്റ്ഫോമിൽ എന്നെ ശ്രദ്ധിക്കുന്ന ഏവർക്കും വേഗമരുന്ന കർത്താവായ യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് പകലിൽ കർത്താവ് ധാരാളമായി നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. അനുഗ്രഹമേറിയതായ ഒരു സങ്കീർത്തനം കർത്താവ് നമുക്ക് നൽകുവാൻ ഗുണമിടയായി തീർന്നു. ആമേൻ. നിന്റെ പ്രാകാരങ്ങൾ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തെക്കാൾ ഉത്തമമല്ലോ. കഴിഞ്ഞ 2023 പ്രാരംഭം മുതൽ ഈ 2023 ഡിസംബർ 24 തീയതി വരെ കർത്താവ് നമ്മെ അത്ഭുതകരം അതിശയകരമായി കർത്താവ് വഴി നടത്തുവാൻ ഇടയായി തീർന്നു. അനേക അനർത്ഥങ്ങള്, അനേക സങ്കടങ്ങള്, അനേക ഘട്ടങ്ങളൊക്കെ കാണുമാറാക്കിയവനെ വിടുജീവിപ്പിക്കുകയില്ലയോ എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കും പോലെ ഈ കഴിഞ്ഞ ചില നിമിഷങ്ങൾക്ക് മുമ്പ് വലിയൊരു അപകടത്തിൽ നിന്ന് കർത്താവിനെ വിടുവിപ്പാൻ തൊക്കണം ഇടയായി തീർന്നു. മദ്യപാന്മാരാണോ എനിക്ക് എന്താ അറിയുന്നില്ല. ഞാൻ റോഡിന്റെ സൈഡ് പുല്ലിന്റെ പുറകെ നടന്നു വരുമ്പോൾ, ഞാൻ കടയിൽ നിന്ന് കടന്നു വരുമ്പോൾ ഞങ്ങളുടെ അടുത്തൊരു പാലമുണ്ട്. പാലത്തിടെ അടുത്ത് വെച്ച് ഒരു ബൈക്ക് വന്ന് ചേർന്ന് എൻ്റെ ശരീരത്തിൽ ഉരസി വേഗത്തിൽ കടന്നു പോകാൻ ഇടയായി. ഏതാണ്ട് നല്ലൊരു ശതമാനം സ്പീഡിലാണ് ബൈക്ക് വന്നത്. ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിപ്പാൻ ഇടയായത് ആ ബൈക്ക് നേരെ ഒരു ഏതാണ്ട് എലിവേഷൻ മഠത്തിനോട് ഒരു നേരെ ഇടി വന്നിരുന്നുവെങ്കിൽ ഇന്ന് രാത്രി ഒരു സാക്ഷ്യം പ്രസ്താവിപ്പാൻ കഴിയാതെ വന്നു പോയേനെ. ദൈവം വിടുവിച്ച ആ വിടുതല് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിനടുത്ത് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവം തന്ന ആയുഷ്യം ആരോഗ്യത്തിനുമായി ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുക.
ആമേൻ. അപ്പോൾ ഇന്ന് രാത്രിയിൽ നിന്റെ പ്രാകാരങ്ങൾ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തെക്കാൾ ഉത്തമമല്ലോ. ഈ 2023 ഇനി ശേഷിപ്പിക്കുവാൻ ഏതാനും ചില ദിവസങ്ങൾ കൂടെ, ഒരാഴ്ച കൂടെ നമ്മുടെ മുൻപിലുണ്ട്. എന്നാൽ കർത്താവ് തരുന്ന ആയുസ്സും ആരോഗ്യവും നാം ദിവസത്തിൽ പ്രയോജനകരമായി തീരുവാൻ ദൈവം സഹായിക്കും, അനുഗ്രഹിക്കും ചെയ്യേണ്ടതിനെ പ്രത്യേക പ്രാർത്ഥന ചോദിച്ചുകൊള്ളുന്നു. പ്രത്യേക എന്റെ പ്രിയ പൈതൽ ജോൽമോൻ കഴിഞ്ഞ ദിനങ്ങളിൽ കാരിത്താസ് ഹോസ്പിറ്റലില് ഇന്റേൺഷിപ്പിൻ്റെതോട് ബന്ധപ്പെട്ട് ആയിരുന്നു. എന്നാൽ ശേഷം ഈ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ അവിടുത്തെ ഇന്റേൺഷിപ്പിന്റെ കാലാവധി കഴിഞ്ഞ് 2 വർഷം കൂടി അവനോട് ജോലി ചെയ്യുവാൻ അവസരമൊരുക്കി. ശേഷം ഇപ്പോൾ കോട്ടയത്ത് കൊടുമാളൂരുള്ള കിങ്സ് ഹോസ്പിറ്റലിലേക്ക് പൈതൽ ജോലി ലഭിക്കാൻ ഇടയായി. പ്രിയപ്പെട്ട ട്രിനിറ്റി പ്രയർ മിനിസ്ട്രിയുടേതായ വലിയൊരു പ്രാർത്ഥന അതിന് നടുവിൽ മുമ്പിലുമായി ഉണ്ട്. അതുകൊണ്ട് സാക്ഷ്യം പ്രസ്താവിക്കാൻ കഴിയത്തില്ല. അമ്മേൻ. എന്റെ വർഷയിലെ പൈതല് മോള് പരീക്ഷ പരീക്ഷയുടെ സമയമാണ്. അവരുടെ ഫീസ് അടയ്ക്കുന്നതിനായിട്ട് ഈ ദിവസങ്ങളിൽ കടന്നു വന്നിട്ടുണ്ട്. പ്രത്യേക അവിടെ പ്രാർത്ഥനയും നിങ്ങളുടെ പ്രാർത്ഥന, വിലയേറിയ പ്രാർത്ഥന ഞങ്ങൾക്ക് കാവലായിരുന്നു, അനുഗ്രഹമായിരുന്നു, കോട്ടയായിരുന്നു. തുടർന്നും എളിവനെയും പ്രിയമുള്ളവളെയും പ്രിയമുള്ള ഇടത് കണ്ണിന് കാഴ്ച പൂർണ്ണമായും ഒരു നഷ്ടമായ ഒരു അനുഭവത്തിലാണ്. പ്രത്യേക പ്രാർത്ഥന ഇത്തരത്തിൽ ഒരു കൂടി ദൈവനാമത്തിൽ ചോദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് സാക്ഷ്യങ്ങൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം ധാരാളമായി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ജോണിക്കുട്ടി പാസ്റ്ററാണ്. എനിക്ക് മീറ്റിംഗ് നടന്നുകൊണ്ടതിനിടയ്ക്ക് പെട്ടെന്ന് അത്യാവശ്യം യാത്ര ചെയ്യേണ്ടി വന്നതുകൊണ്ട് ഞാനിപ്പോൾ യാത്രയിലാണ്. അതുകൊണ്ടാണ് വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നത്. ദയവായി ക്ഷമിച്ചാലും. ഒരു പ്രാർത്ഥനാ വിഷയം പ്രസ്താവിക്കുവാനാണ് ഞാനിപ്പോൾ അടുത്തു വരുന്നത്. എൻ്റെ വളരെ അടുത്തൊരു സ്നേഹിതൻ, അദ്ദേഹത്തിന്റെ പേര് സുനിൽ എന്നാണ്. സൗദി അറേബ്യ ദുബൈയിൽ ജോലി ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവൈതലാണ് അദ്ദേഹം. കഴിഞ്ഞ ദിവസം അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ അദ്ദേഹം ഇല്ലാത്ത സമയത്ത് ഓയിൽ കമ്പനി ജോലി ചെയ്യുന്നു. പെട്ടെന്ന് അവിടെ ഒരു ടാങ്കിൽ ഓവർഫ്ലോ ഉണ്ടായി. ഓയിലൊക്കെ ഒത്തിരി ലീക്കായി പുറത്തേക്ക് പോയി. ഒരു വലിയ ഇഷ്യൂസ് ഉണ്ടായി. പെട്ടെന്ന് തന്നെ അത് വിവരം അറിഞ്ഞു. അതെല്ലാം ക്ലീൻ ചെയ്തെല്ലാം റെഡിയാക്കാൻ ഇടയായി തീർന്നു. പക്ഷെ നാളെ അതിന്റെ എൻക്വയറി നടക്കുകയാണ്. ഈ സമയത്ത് അദ്ദേഹം മനസ്സാവാച അറിഞ്ഞിട്ടല്ല അങ്ങനെ സംഭവിച്ചത്. എങ്ങനെയാ സംഭവിച്ചത് ആർക്കും അറിയില്ല. നാളെ ഇത് നടക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം മാത്രമല്ല, ആരുടെയും അറിവോടെ എന്തെങ്കിലും നടന്നില്ല, എന്തോ സംഭവിച്ചു. പക്ഷെ നിരപരാധികളായവരാരും ശിക്ഷിക്കപ്പെടുവാൻ ഇടവരാതെ ഇരിക്കേണ്ടതിന് വിശേഷാൽ സുനിൽ ബ്രദറിനെ ഓർത്തുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു, പ്രത്യേകം പ്രസ്താവിക്കുന്നു. സ്തോത്രം. ആദരണീയനായ നമ്മുടെ പ്രൈസ് ദി ലോർഡ്. കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, താങ്ക് യു. ആദരണീയനായ നമ്മുടെ പ്രസിഡന്റിനും ഇന്നത്തെ അധ്യക്ഷനും ശേഷം എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള പ്രത്യേകം ക്രിസ്മസ് ദിനാശംസകളെ സന്തോഷപൂർവ്വം അറിയിച്ചുകൊണ്ട് പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. താങ്ക് യു. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം. ഞാൻ ആദ്യമായിട്ട് മീറ്റിംഗിൽ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഞായറാഴ്ച ദിവസം സഹോദരന്മാരുടെ ഒരു മീറ്റിംഗ് ചർച്ചിൽ വെച്ച് നടത്തുന്നതാണ്. ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, ചില സഹോദരന്മാരൊക്കെ വരുവാനായിട്ട് ഇടയായിട്ട് തീർന്നില്ല. വളരെ സന്തോഷമുണ്ട് ജോസഫ് കുട്ടി പാസ്റ്റർ കണ്ടക്ട് ചെയ്യുന്നതായിട്ടുള്ള ഈ സൂം മീറ്റിംഗില് ചേരുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. വടകരയുടെ പ്രദേശത്ത് ദൈവവേലയുള്ള ബന്ധത്തിലായിരിക്കുവാനായിട്ട് ദൈവം എന്നെ സഹായിക്കുന്നു. ഞാൻ എവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിലൊക്കെ നോർത്ത് ഇന്ത്യയില് ദൈവവചനവുമായിട്ട് കടന്നുപോയി. ഏകദേശം 18 വർഷക്കാലത്തോളം നോർത്ത് ഇന്ത്യയുടെ പ്രദേശത്ത് ഉത്തർപ്രദേശില് ഗോരഖ്പൂർ എന്ന സ്ഥലത്താണ് ദൈവ
ഷാജി ബ്രദറെ മൈക്ക് ഓഫാ. ആ മൈക്ക് ഓഫാണ്, അത് ഓൺ ചെയ്തിട്ട് പറയുക. സ്തോത്രം. കേൾക്കാമോ? ഇപ്പൊ കേക്കാം. ഹലോ. ഞാന് ജോസഫ് കുട്ടി പാസ്റ്ററിന് ഈ സൂം മീറ്റിങ്ങിനോട് ചേർന്ന് കടന്നു വരുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ച മീറ്റിംഗ് ഉള്ളത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സാധിക്കാതിരുന്ന. ആദ്യമായിട്ടാണ് മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ഇടയായിട്ട് തീർന്നത്. ഏകദേശം കഴിഞ്ഞ 18 വർഷക്കാലത്തോളം നോർത്ത് ഇന്ത്യയുടെ പ്രദേശത്ത് ദൈവവേലയിൽ ആയിരിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഇപ്പോഴ് ഞാൻ തലയോലപ്പറമ്പ് വടകര എന്ന പ്രദേശത്ത് ദൈവവേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. എന്റെ ഈ സുവിശേഷ പ്രവർത്തനത്തെ ഓർത്തുകൊണ്ട്, ഇവിടെയുള്ള എല്ലാവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥനയെ ചോദിക്കുകയാണ്. വരുന്ന ആളുകളിലൊക്കെ ഈ സൂം മീറ്റിംഗില് ശക്തമായിട്ട് മുൻപോട്ട് പോകുവാനായിട്ട് ദൈവം സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുകയാണ്. പ്രത്യേകമല്ല, ജോസഫ് കുട്ടി പാസ്റ്റർ വിളിച്ചതായിട്ടുള്ള സമയത്ത് ഇപ്രകാരം ലിങ്ക് ഇട്ട് തരികയും അതേപോലെ സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണമെന്ന് എന്നെ വളരെയധികം നിർബന്ധിക്കുകയും ഒക്കെ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ദൈവം വരുന്ന ആളുകളിലൊക്കെ ദൈവിക കൂട്ടായ്മയില് മുൻപോട്ട് പോകുവാന്, കൂട്ടായ്മയില്, പ്രാർത്ഥനയില്, പ്രവർത്തനത്തിലൊക്കെ മുൻപോട്ട് പോകുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാനത് സാക്ഷ്യത്തിൽ നിന്നിരിക്കുകയാണ്. ദൈവം നമ്മെ ഏവരെയും ധാരാളം അനുഗ്രഹിക്കുവാൻ. സാക്ഷ്യമുള്ളവർ പറഞ്ഞാട്ടെ. ഇനി സാക്ഷ്യത്തിന് ആരുമില്ലെന്ന് കരുതുന്നു. സമയത്തിന്റെ പരിമിതിയും നമ്മുടെ മുൻപിൽ ഉണ്ടല്ലോ. സാക്ഷ്യങ്ങൾ പറഞ്ഞ വിഷയങ്ങളെ ഓർത്ത് നാം പ്രാർത്ഥനയ്ക്കായിട്ട് തലവണക്കുവാൻ തുടങ്ങുകയാണ്. പ്രത്യേകിച്ച് ഈ ആണ്ടിന്റെ ഒടുവിലാണല്ലോ നമ്മുടെ സ്തോത്രം പ്രസിഡന്റിനെ കുടുംബമായി ദൈവം പരിപാലിച്ചു. വിശിഷ്യ മേരിക്കുട്ടി ആന്റി ഓർപ്പിച്ച പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ കേട്ടല്ലോ. കഴിഞ്ഞ ആഴ്ചയിൽ ആരാധനയോടുള്ള ബന്ധത്തിൽ പ്രത്യേകിച്ച് മോൻ പനിയാൽ ഭാരപ്പെട്ട കാര്യം പറഞ്ഞിരുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു. ദൈവം കൊടുത്ത സൗഖ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ കുഞ്ഞിന് ആഹാരം നല്ലപോലെ കഴിക്കത്തക്ക നിലയിലുള്ള പൂർണ്ണ വിടുതൽ കർത്താവ് കൊടുക്കണം. അപ്പോൾ തന്നെ കൊച്ചു കുഞ്ഞിന് പനിയാൽ ഭാരപ്പെടുന്നു. ആ കുഞ്ഞിന്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പ്രിയ നമ്മുടെ തോമസ് ചെറിയാൻ സാറിനൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു. നല്ല വിജയം കർത്താവ് അതിൽ നൽകി. കർത്താവിന്റെ വിടുതലിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യുകയും വിശേഷിയ കർത്തൃദാസന കുടുംബമായി കുഞ്ഞുങ്ങൾ, കൊച്ചുമക്കൾ, പ്രിയ മാതാവ്, ആ കുടുംബത്തെ വഹിച്ചുകൊണ്ട് എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ TK ജോസ് പാസ്റ്റർ, പ്രിയ നമ്മുടെ പ്രസിഡന്റെയും കുടുംബത്തെയും വിശേഷിയ കുഞ്ഞുങ്ങളുടെ പനിയെ ദൈവം തൊട്ട് സൗഖ്യമാക്കി പൂർണ്ണ നൽകി പ്രാർത്ഥിച്ചാണ്. നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല രാജാവേ, അതിമനോഹരമായ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. കർത്താവെ, വിലപ്പെട്ടതായി രാത്രിയിൽ രാമത്തിൽ കർത്താവെ സാക്ഷ്യവാചകങ്ങളോട് അറിയിച്ച പ്രാർത്ഥന വിഷയങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, പ്രത്യേക കർത്താവെ ഞങ്ങളുടെ ചെയർമാൻ ആയിരിക്കുന്ന തോമസ് സാറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കർത്താവിന്റെ ദാസനെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവെ, ഇന്ന് രാത്രി കർത്താവെ പ്രിയ ആന്റി ഓർമ്മപ്പെടുത്തിയ പ്രാർത്ഥന വിഷയത്തെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദാനാവകാശമേ കർത്താവ് കൊച്ചുമക്കൾ കർത്താവെ ശാരീരികമായ ക്ലേശങ്ങളിലേക്ക് ഭാരപ്പെട്ടുവെങ്കിലും കർത്താവെ ഫ്ലാറ്റുകളായ നിന്റെ കുഞ്ഞുങ്ങളായ ഞങ്ങൾ കുടുംബമായി കർത്താവെ പ്രിയ കുഞ്ഞിനെ വഹിച്ച് പ്രാർത്ഥിച്ചത് മുഖാന്തരം സ്വർഗ്ഗത്തിലെ അപ്പത്തിന്റെ കരം നീട്ടി പരിപൂർണമായ ഒരു വിടുതൽ കർത്താവ് അയച്ചത് ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. സ്തുതിക്കുന്ന നേരിടുള്ള ഒരു കുചിതമാകിയാൽ സ്തുതിക്ക് യോഗ്യന ദൈവത്തെ സ്തുതിച്ചപ്പോൾ, ആരാധന യോഗ്യന ദൈവത്തെ സ്തുതിച്ചപ്പോൾ ഞങ്ങളുടെ സങ്കടങ്ങള്, ഞങ്ങളുടെ ഭാരങ്ങള്, ഞങ്ങളുടെ പ്രയാസങ്ങൾ എടുത്തു മാറ്റി കർത്താവ് ഒരു പുത്തൻ അനുഭവത്തിലേക്ക് ദൈവം ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ച് വഴി നടത്തിയ എല്ലാ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. കർത്താവ് ഞാനൊത്ത കണ്ണുള്ളവൻ, ഓവളോട് സദൃശനായവൻ, മരത്തുവൻ കച്ച കെട്ടിയവന് സാന്നിധ്യ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന നടുവിൽ ഇറങ്ങി വന്ന് ദൈവിക സാന്നിധ്യ കർത്താവ് വെളിപ്പെടുത്തിയതിനായി സ്തോത്രം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു. ഈ രാത്രി ഒരു കൂടി ഞങ്ങളുടെ ചെയർമാൻ കുടുംബമായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്.
സ്വർഗം പ്രാർത്ഥന കേട്ടതോട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നമ്മുടെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. അടുത്ത വിഷയം നാം പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ഡേവിസൺ കർത്തൃദാസൻ ഡേവിസൺ പാസ്റ്റർ പറഞ്ഞ വിഷയം കേട്ടല്ലോ. തന്റെ സഭയിൽ കൂടി വരുന്ന, അപ്പോൾ തന്നെ മറ്റൊരിടത്ത് ശുശ്രൂഷിക്കുന്ന സുരേഷ് എന്ന് പറയുന്ന പാസ്റ്ററുടെ ഭാര്യ കർത്തൃദാസി റൂബി സുരേഷ് ക്യാൻസറിന്റെ അസ്വസ്ഥതകളാൽ ഭാരപ്പെടുന്നു. അത് കാരണം സഭയ്ക്ക് അവരിപ്പോ ശുശ്രൂഷയ്ക്ക് പോകുന്നില്ല. മെഡിക്കൽ കോളേജിലേക്ക് പോകുവാനുള്ള ഒരുക്കത്തിലാണ്. ആ കർത്തൃദാസിക്ക് പൂർണ്ണമായൊരു സൗഖ്യം ദൈവം കൽപ്പിപ്പാൻ നമുക്ക് ഒരുമിച്ച് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതിവേഗം ഓടുന്ന ദൈവത്തിന്റെ വചനമയച്ച് ആ ദൈവദാസിയെ സൗഖ്യമാക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആ വിഷയത്തെ ഓർത്ത് സ്റ്റീവൻ പാസ്റ്റർ ഇപ്പോൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കും. റൂബി സുരേഷ് എന്ന് പറയുന്ന ആ കർത്തൃദാസിയെ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തൊട്ട് സൗഖ്യമാക്കട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, പ്രിയ ദേവദാസൻ പറഞ്ഞ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരി റൂബി സുരേഷ് എന്ന് പറയുന്ന സഹോദരി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബ്രസ്റ്റ് ക്യാൻസറിനാൽ ഭാരപ്പെടുന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. പൂർണ്ണ വിടുതലിന് ദാസിക്ക് കൊടുക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ അത്ഭുതകരങ്ങൾ ദാസിയുടെ ശരീരത്തിന് തൊടുമാറാകണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനുഗ്രഹീതമായ ഒരു സാക്ഷ്യം കേൾക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ ആകുലതകളും വ്യാകുലതകളും എല്ലാം അകറ്റണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടകർക്കായി സ്തോത്രം. യേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ആ വിഷയത്തിൽ അത്ഭുതം ചെയ്തിരിക്കുക. സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അടുത്ത വിഷയം പ്രാർത്ഥിക്കാൻ പോകുന്ന ടി കെ ജോസ് പാസ്റ്റർ ഓർപ്പിച്ച വിഷയം കേട്ടല്ലോ. അപകടത്തിൽ നിന്ന് അത്ഭുതകരമായ ഒരു വിടുതൽ തന്റെ ദാസന് ദൈവം നൽകി. പ്രത്യേകിച്ച് ബൈക്ക് നല്ല സ്പീഡിൽ വന്ന് ഉരസിപ്പോയി. മറ്റൊരു നിലയിലായിരുന്നെങ്കിൽ ഇന്ന് രാത്രി തനിക്ക് ഈ സൂമിൽ വരാൻ കഴിയില്ലായിരുന്നു. ദൈവത്തിന്റെ കരുതലും വിടുതലും അനുഭവിച്ചറിയുവാനിടയായി. എല്ലാ നിലകളിലും തന്റെ ദാസനെ തുടർന്നും അവിടുന്ന് ബലപ്പെടുത്തുവാൻ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ജോയലിന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ട്രെയിനിങ്ങും ഒക്കെ ആയിരുന്നു കാരിത്താസിൽ. ഇപ്പോൾ കുടമാളൂര് ഒരു ഹോസ്പിറ്റലിൽ ജോലി ലഭിച്ചല്ലോ. ആ കുഞ്ഞിന് വേണ്ടി, ആ മകന് വേണ്ടി പ്രാർത്ഥിക്കാം. അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി ജോലി ചെയ്ത് നല്ല ഭാവി, നല്ല വിടുതൽ പ്രിയ പൈതലിന്റെ മേൽ ദൈവം പകരുവാൻ പ്രാർത്ഥിക്കാം. മോളുടെ നഴ്സിംഗിന്റെ ഫീസ് അടയ്ക്കണം, പരീക്ഷയുണ്ട്. അതുപോലെ തന്നെ ജോയ് സിസ്റ്ററിന്റെ കണ്ണിന്റെ വിഷയം നമുക്കറിയാം. പൂർണ്ണമായൊരു വിടുതൽ ദൈവം നൽകണം. ഈ കുടുംബത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ CM ജോർജ് പാസ്റ്റർ ഇപ്പോൾ ആ കുടുംബത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പറഞ്ഞ വിഷയങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കും. സ്വർഗീയ പിതാവേ, ദൈവസന്നിധിയിലേക്ക് പറയപ്പെട്ട വിഷയങ്ങൾക്കായി ഞങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, KT ജോസ് പാസ്റ്ററുടെ കുടുംബത്തിലെ വിഷയങ്ങളെ സ്വർഗത്തിലെ ദൈവം അറിഞ്ഞ് ആ കുടുംബത്തിനോട് മനസ്സലിഞ്ഞ് കർത്താവെ അവരുടെ ജീവിതത്തിന് വിടുതലും ആശ്വാസവും കൊടുത്ത് സഹായിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോസ് പാസ്റ്ററുടെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കണമേ. കർത്തൃദാസിയുടെ കണ്ണിൻ്റെതായ പ്രയാസങ്ങളിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം വിടുവിച്ച് ആ കണ്ണിന് പൂർണ്ണ സൗഖ്യവും വിടുതലും കൊടുത്ത് കർത്താവ് ആശ്വസിപ്പിക്കുകയും ശുശ്രൂഷയ്ക്ക് എന്നും താങ്ങും തണലുമായി ആ ദേവദാസിയെ കർത്താവ് കരം പിടിച്ചുയർത്തി സഹായിക്കുകയും ചെയ്യണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകനായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദൈവം ഒരുക്കിയ ക്രമീകരിച്ച ജോലിക്കായി സ്തോത്രം. ആ ജോലി സ്ഥലത്ത് കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ആ മകൻ ജോലി ചെയ്ത ദൈവമേ, ദൈവനാമ മഹത്വത്തിനും ആ കുടുംബത്തിനും അനുഗ്രഹമായി തീരുവാൻ, അവന്റെ ഭാവിക്ക് അത് അനുഗ്രഹമായി തീരുവാൻ സ്വർഗ്ഗം ഇടയാക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് ജോസ് പാസ്റ്റർ മോൾക്കായി പ്രാർത്ഥിക്കുന്നു. ആ മകളെ കർത്താവ് വരുന്ന ദിവസങ്ങളിൽ പരീക്ഷയ്ക്കായി കടന്നു വരികയും കർത്താവ് ഫീസ് അടയ്ക്കേണ്ടുന്ന വിഷയങ്ങളും ഒക്കെയും ഉണ്ട്. ദൈവസാന്നിധ്യം കൂടിയിരിക്കുകയും എല്ലാത്തിനും നീക്കുപോക്കുകളും പരിഹാരങ്ങളും വരുത്തി പരീക്ഷയിൽ ഉന്നത വിജയം കൊടുത്ത് കർത്താവ് വിദ്യാഭ്യാസത്തിൽ ആ മകളും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ മുന്നേറുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിന്റെ സകല വിഷയത്തെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ജോണിക്കുട്ടി പാസ്റ്റർ ഓർപ്പിച്ച വിഷയം ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുന്നു. തന്റെ ഒരു സ്നേഹിതൻ സുനിൽ സൗദിയിലെ ഓയിൽ കമ്പനിയിൽ ഉണ്ടായ ഒരു പ്രയാസം നിമിത്തം അതിന്റെ നാളെ ഒരു എൻക്വയറി നടക്കുന്നു. അതിൽ ജോലി ചെയ്തവർക്ക് ആ നിലകളിൽ ചില ചോദ്യങ്ങളും പ്രയാസങ്ങളും അതിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ ഉണ്ടായ ആ ജോലിയുടെ തടസ്സം, ആ ഏതൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും എങ്ങനെയാണത് സംഭവിച്ചതെങ്കിലും
ആമേൻ. ദൈവം അത്ഭുതകരമായി സുനിലിന് അതിൽ നിന്നൊരു വിടുതൽ നൽകി. ആ സഹോദരൻ കർത്താവിനെ അറിഞ്ഞ ദൈവവചന പ്രകാരം ജീവിക്കുന്ന ആളായിരിക്കും. പൂർണ്ണമായി ആ വിഷയത്തിന് ഒരു പരിഹാരം ദൈവം കൽപ്പിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പാസ്റ്റർ സണ്ണി ജോൺ സൂമിൽ കാണുന്നുണ്ട്. കർത്തൃദാസൻ ഈ സുനിൽ എന്ന് പറയുന്ന സൗദിയിലെ ഈ കമ്പനിയിൽ നടന്ന പ്രയാസത്തിൽ നിന്ന് ആ സഹോദരന് വിടുതൽ നൽകുവാൻ, സുനിലിന് വിടുതൽ നൽകുവാൻ പ്രാർത്ഥിച്ചാണ്. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോലിയുള്ള ബന്ധത്തിൽ സൗദിയിലായിരിക്കുന്ന ആ പ്രിയപ്പെട്ട സഹോദരനെ ദൈവ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവിന്റെ വചനം പറയുന്ന പോലെ നിങ്ങൾക്ക് അധികം പ്രയാസമുള്ളതിന് എന്റെ ഒരിക്കൽ കൊണ്ടുവരുവിൻ, ഞാൻ അതിന്റെ കാര്യം തീർത്ത് തരാമെന്ന് കൽപ്പിക്കപ്പെട്ട യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീതിയും ന്യായവും നടത്തുന്ന ഒരു കർത്താവ് ഞങ്ങൾക്കായി സ്വർഗത്തിലുണ്ട്. ആ വലിയ വിശ്വാസത്തോടെ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത ദിവസം കർത്താവെ തന്റെ മകൻ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ മേൽ അനുകൂലമായ ഒരു ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെട്ട് വരുവാൻ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ ബലഹീനനെ സഹായിപ്പാൻ എന്റെ ദൈവമല്ലാതെ മറ്റാരുമില്ല എന്ന ദൈവത്തിന്റെ വചനം ഞങ്ങളെ പഠിപ്പിക്കുകയാൽ ആ വചനത്തിൽ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീതി നടത്താൻ കഴിയുന്ന കർത്താവിന്റെ അത്ഭുതത്തിന്റെ കരം തന്റെ മകന് വേണ്ടി ദൈവം അത്ഭുതങ്ങളായി ചെയ്യേണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവെ, നാളെ തന്റെ മകനെ ചോദ്യം ചെയ്യുമ്പോൾ കർത്താവെ നീതിയുക്തമായ ഒരു മറുപടി തനിക്ക് ലഭിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇടിയാക്കേണ്ടതിനായി സ്തോത്രം ചെയ്യുകയാണ്. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ കരം ആ വിഷയത്തിൽ നീട്ടണമേ. തന്റെ ദാസൻ ഓർമ്മിപ്പിക്കപ്പെട്ട എല്ലാ വിഷയങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ കരം നീട്ടി സമ്പൂർണമായ ദൈവീക വിടുതൽ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ടു വന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു അടുത്ത കർത്താവ് സൂം മീറ്റിംഗിൽ ഒരു ദൈവപ്രവൃത്തിയുടെ സാക്ഷ്യം കേൾപ്പാൻ പരിശുദ്ധാത്മാവ് ഇടിയാക്കേണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാ തടസ്സങ്ങളും മാനുഷികമായ നിലയിലോ പൈശാചികമായ നിലയിലോ തന്റെ ഉദ്യോഗത്തിന് വിരോധമായി കർത്താവെ ഉണ്ടാക്കിയ ഏത് കൂട്ടുകെട്ടായാലും ഇന്ന് രാത്രി ആത്മാവിൽ ഞങ്ങൾ ഒരുമിച്ച് അതിനെ പൊളിച്ച് ഒരു ദൈവപ്രവൃത്തി അനുകൂലമായി വെളിപ്പെട്ടു വരാൻ ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുകയാണ്. സ്വർഗം അത്ഭുതങ്ങൾ ചെയ്തതിനായി സ്തോത്രം, വിടുതൽ കൽപ്പിച്ചതിനായി നന്ദി പറയുന്നു. മഹത്വം മാനവും കർത്താവിന് യേശുവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ദയോടെ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. വിഷയത്തിൽ കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുക. സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വടകരയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ഷാജി പാസ്റ്റർ തന്റെ സാക്ഷ്യം പറഞ്ഞല്ലോ. ഏതാണ്ട് 10-20 വർഷങ്ങൾക്ക് പുറകിൽ ഞങ്ങൾ കുറവലങ്ങാട് താമസിച്ച് പ്രവർത്തിക്കുമ്പോൾ ക്യാമ്പസ് ക്രൂസേഡിന്റെ പ്രവർത്തകരായി ഫിലിവും ശുശ്രൂഷയുമായി ഞങ്ങൾ ഒരുമിച്ച് പലയിടങ്ങളിൽ കടന്നുപോയി. അന്ന് അവര് സ്നാനപ്പെട്ടിട്ടില്ലായിരുന്നു. അന്ന് അവിടെ വെച്ച് സ്നാനപ്പെടുവാൻ പ്രിയ കർത്തൃദാസനും മറ്റൊരു കർത്തൃദാസനും ദൈവം ഇടയാക്കി. ആ നിലകളിൽ പിന്നെ ദീർഘവർഷങ്ങളായി ഞങ്ങൾ കണ്ടില്ല. കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെ സൂമിന്റെ കാര്യമാണ്. സ്തോത്രം. ഏറിയ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം കാണുവാൻ കഴിഞ്ഞ ദിവസം ഇടയായി. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ സൂമി വന്നിട്ടുണ്ട്. പ്രിയ കർത്തൃദാസൻ വടകരയിൽ പ്രവർത്തിക്കുന്നു. ദീർഘവർഷങ്ങൾ വടക്കേന്ത്യയിലായിരുന്നു. ആ കർത്തൃദാസന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആ ശക്തിയോടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ഷിബി മത്തായി പാസ്റ്ററാണ് ഇന്ന് വചനം ശുശ്രൂഷിക്കുന്നത്. കർത്തൃദാസനെ കൂടെ സമർപ്പിച്ച് ജോമോൻ കോട്ടൂർ എന്ന കർത്തൃദാസൻ നമ്മുടെ സൂമിലുണ്ട്. പാസ്റ്റർ ജോമോൻ കോട്ടൂർ, അദ്ദേഹം ഈ 2 വിഷയങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. ഒന്ന്, ഷാജി പാസ്റ്റർ വടകരയിൽ പ്രവർത്തിക്കുന്നു. തന്റെ സഭ, തന്റെ കുടുംബം, തന്റെ പ്രവർത്തനങ്ങൾ ഈ മിനിസ്ട്രിയിൽ താന് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, അപ്പോൾ തന്നെ ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിന്റെ ദാസൻ ഷിബി മത്തായി പാസ്റ്ററെ ഉപയോഗിക്കുവാൻ പ്രാർത്ഥിച്ചാണ്. കാരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായി രാത്രിക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങ് വാഴ്ത്തുകയാണ്. കർത്താവേ, വടകര പ്രവർത്തിക്കുന്നതായ ഷാജി പാസ്റ്ററെ ഓർത്ത് ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ ദാസന്റെ ശുശ്രൂഷയിൽ ദൈവികമായ പദ്ധതികൾ വെളിപ്പെടുവാൻ
കർത്താവ് കൃപ ചെയ്യേണ്ടതിനായി ഞങ്ങളുടെ ഭൃത്യന്മാരായിരിക്കുന്ന കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ ഈ രാത്രി പ്രാർത്ഥിക്കുകയാണ്. ശുശ്രൂഷയിൽ വലിയ ദൈവപ്രവൃത്തികൾ നടക്കുവാൻ കർത്താവ് കൃപ ചെയ്യേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവ് എന്ന ഈ സൂം മീറ്റിംഗിൽ ദൈവജനം സംസാരിക്കുന്ന ഞങ്ങളുടെ ഭൃത്യനായി ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രി കർത്താവെ ഞങ്ങളുടെ ദാസൻ ദൈവജനം പറയുമ്പോൾ കർത്താവ് അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ആത്മീയ പ്രവൃത്തികൾക്ക് കാരണമാക്കി പരിശുദ്ധാത്മാവ് തീർക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കർത്താവെ ഞങ്ങളുടെ ദാസനിലൂടെ ഞങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷാ മേഖലകളോട് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവിക ദൗത്യത്തോട് പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഭൃത്യനിലൂടെ സംസാരിക്കേണ്ടതിനായും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നടക്കുന്ന ശുശ്രൂഷകളെല്ലാം ഏറ്റവും അനുഗ്രഹമാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വാക്കുകളും പ്രാർത്ഥനയും കേട്ടതിനായി നന്ദി നന്ദി. യേശു ക്രിസ്തുവിൻ ധന്യമേറിയ തിരുനാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ ഈ പ്രാർത്ഥനകളെല്ലാം കേട്ട് വിടുതലയച്ചിരിക്കാൻ നമുക്ക് കരമുയർത്തി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ മിനിസ്ട്രിയെ ദൈവം ശക്തമായി ഈ നാളുകളിൽ അവിടുന്ന് വിവിധ നിലകളിലും തലങ്ങളിലും ഉന്നതമായ അനുഭവത്തിലൂടെ നടത്തുന്ന വിധങ്ങൾ നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേൾക്കുകയും അനുഭവിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനുവേണ്ടി നാം പ്രാർത്ഥിക്കുന്നവരാണ്, ഒരുമിച്ച് ശുശ്രൂഷകളിൽ സഹകരിക്കുന്നവരാണ്. ദീർഘമായ വാക്കുകൾ പറയുന്നില്ല. കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ ഒരു പ്രയർ സെൽ ആരംഭിപ്പാൻ ദൈവം ഭാഗ്യം തന്നു. ഇന്ത്യയുടെ എല്ലാ ഇടങ്ങളിലും വിവിധ ശുശ്രൂഷകൾ ശക്തമായി നിറവേറ്റുവാൻ ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ആ ഒരു വലിയ പ്രവൃത്തി പല വിങ്സുകളായി തിരിച്ച് ആ നിലകളിൽ ഒരു വലിയ പ്രവൃത്തിക്കായി ഈ ദിവസങ്ങളിൽ ദൈവം ഒരുക്കുന്നു. നാം ഒരുമിച്ചുള്ള ആത്മീയ കൂട്ടായ്മയാണ് ഇതിന്റെ വലിയ മുന്നേറ്റം എന്നുള്ളത് എല്ലാ ദൈവമക്കളും അറിയണം. പ്രാർത്ഥനയിലും ജാഗരണത്തിലും ശുശ്രൂഷകളിലും നാം ഒരുമിച്ച് വരുമ്പോൾ ദൈവം വൻ കാര്യങ്ങളെ ചെയ്യും. ഇന്ന് രാത്രി വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മുടെ മധ്യ ദൈവവചനം ശുശ്രൂഷിക്കുന്നത് ട്രിനിറ്റി ഇന്റർനാഷണൽ മിനിസ്ട്രീസിന്റെ കേരള ഡയറക്ടർ ആയിരിക്കുന്ന സിബി മത്തായി പാസ്റ്ററാണ്. ആമേൻ. ഈ രാത്രിയിൽ കർത്താവിന്റെ ദാസരോട് നമ്മൾ സംസാരിപ്പാൻ വളരെ പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ ആയിരിക്കാം. ഞാൻ മുഖവരെ ദീർഘമാക്കുന്നില്ല. കർത്തൃദാസനെ തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുന്നു. പ്രാർത്ഥനാപൂർവമായിരിക്കാം. ദൈവം നമ്മോട് സംസാരിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കേൾക്കാമോ? കേൾക്കാം. കർത്താവിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല രാത്രിയിൽ ഈ പ്ലാറ്റ്ഫോമിലൂടെ ദൈവവചനവുമായി ഒരു നല്ല രാത്രിയിലൂടെ കടന്നു വരുവാൻ സർവകൃപാലുവായ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുമ്പോൾ എനിക്കിതിനായി അവസരങ്ങളെ ഒരുക്കി തന്ന പ്രിയമുള്ളവരോട് നന്ദി അറിയിക്കുന്നു. പ്രത്യേകാൽ ഇന്നത്തെ മീറ്റിംഗിൽ ഈ സഭാരാധന ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിൽ അനുഗ്രഹിതനായ ദൈവദാസൻ ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയറിന്റെ ജോയിന്റ് സെക്രട്ടറിയായി കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ബന്ധപ്പെട്ട ദൈവദാസൻ, അതുപോലെ തന്നെ ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയർ ഫൗണ്ടേഷന്റെ ആദരണീയനായിരിക്കുന്ന പ്രസിഡന്റ് തോമസ് ചെറിയാൻ അങ്കിൾ, മറ്റ് കർത്താവിൽ ഏറ്റവും അനുഗ്രഹീതരായിരിക്കുന്ന ദൈവഭൃത്യന്മാർ, സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ രാത്രി വന്ദനത്തെ ഓർപ്പിക്കുകയാണ്. നിങ്ങളോടൊപ്പമായി ഒരു രാത്രി കൂടെ ആയിരിക്കുന്നതിൽ ജീവിതത്തിൽ വളരെയധികം ആനന്ദവും സന്തോഷവും അതിലുപരിയായി ക്രിസ്തുവിൽ അഭിമാനവും ഉണ്ട് എന്നതിൽ വളരെയധികം സന്തോഷിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കാരണം ട്രിനിറ്റി ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ എന്ന് പറയപ്പെടുന്ന ഈ പ്രവർത്തനം അതിൻ്റെതായിരിക്കുന്ന വിശാലതയിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുന്നത് ഓർക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പല കഷ്ടതകളും പല പ്രയാസങ്ങളും 2023 ഈ പ്രവർത്തനം നേരിടേണ്ടതായിട്ട് വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിനെയെല്ലാം ധരണ ചെയ്തുകൊണ്ട് വേർപെട്ട് നിൽക്കുവാൻ ദൈവമായ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. മുഖവര പറഞ്ഞ സമയത്തെ ഞാൻ കളയുവാനായി താല്പര്യപ്പെടുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ഈ കാലഘട്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ 2-3 ദിവസം എന്ന് പറയുന്നത്
ലോകമെമ്പാടും ക്രിസ്തുമസ് എന്ന് പറയപ്പെടുന്ന ആ വലിയ ഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ ഞങ്ങളുടെ ഈ അയൽവക്കങ്ങളിലൊക്കെ സാന്താക്ലോസിനെയും എഴുന്നള്ളിച്ചുകൊണ്ട് ക്രിസ്മസ് കരോൾ ഗാനങ്ങളൊക്കെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ചടങ്ങുകൾ, ആഘോഷങ്ങൾ ലോകത്തിന്റെ എല്ലാ മേഖലകളിലും വളരെയധികം സന്തോഷത്തോടെ അവർ കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊക്കെ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരുന്ന ഇടങ്ങളിൽ ഡിസംബർ മാസം ഏകദേശം 10-ാം തീയതിയോടടുത്ത് ഡിസംബർ 31 വരെ വളരെ ശക്തമായി സുവിശേഷം വിളിച്ചു പറയത്തക്കവണ്ണമുള്ള സാവകാശമുള്ള ഈ സമയങ്ങളിൽ രാവെന്നോ പകലെന്നോ രാത്രികളെ പോലും പകലാക്കിക്കൊണ്ട് സുവിശേഷം വിളിച്ചു പറഞ്ഞതായ ഒരു സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവയെല്ലാം ജീവിതത്തിൽ അനുഗ്രഹമാക്കി ഈ ദിവസങ്ങളിൽ സ്വർഗത്തിന്റെ ദൈവം തീർത്തുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഒരു വേദഭാഗത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളിൽ നൽകി തന്നതായ ദൈവിക ശബ്ദം ദൂതായി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. യോബിന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 6-ാമത്തെ തിരുവചനം ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്ക് വായിക്കാം. യോബിന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. എന്റെ നാളുകൾ നെയ്ത്തോടത്തിലും വേഗതയുള്ളത്, പ്രത്യാശ കൂടാതെ അവ കഴിഞ്ഞു പോകുന്നു. ഭക്തനായ യോബ് ദൈവത്തിന്റെ സന്നിധിയിൽ പറയപ്പെട്ടതായ ഒരു വേദഭാഗമാണ്. യോബിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ തന്റെ പരാതി ന്യായമാകും എന്നത് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറയപ്പെടുന്ന ഒരു വേദഭാഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുകയാണ്. 1-2 ചിന്തകൾ യോബിന്റെ പുസ്തകത്തെ കുറിച്ച് പറഞ്ഞ് ഈ വചനത്തിന്റെ ഉള്ളിൽ ആലേഖനം ചെയ്തു വെച്ചിരിക്കുന്ന ദൈവവചനത്തിന്റെ ആധികാരികതയുള്ള ദൂത് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഒരു വശത്ത് ക്രിസ്മസ് ആഘോഷം, മറുവശത്ത് പുതുവത്സര പ്രവേശനത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഒരു വലിയ സമൂഹം. നമുക്കറിയാം 2023 നമ്മളെ വിട്ട് കടന്നു പോകുവാൻ 7 ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ. അടുത്ത ഞായറാഴ്ച ദൈവകൃപയാൽ നാം ഒക്കെ ജീവനോടെ ഈ ഭൂമിയിൽ ശേഷിക്കുന്നുവെങ്കിൽ രാത്രിയുടെ യാമം എന്ന് പറയുന്നത് എല്ലാ വിശ്വാസികൾക്കും ഒരു പുതുവത്സര പ്രവേശനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നാളുകളാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ യോബിന്റെ പുസ്തകം ഞാൻ ഇന്ന് രാത്രി നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മുടെ നാളുകൾക്ക് നെയ്ത്തോടത്തിലും വേഗതയുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിനും നമ്മുടെ എല്ലാം ഒരു നെയ്ത്തുകാരന്റെ ആ നെയ്ത്തിന്റെ ഉപകരണത്തിൽ അല്ലെങ്കിൽ നെയ്ത്തോടത്തെക്കാളും വേഗതയോടെ നാം പ്രവർത്തിക്കേണ്ട ഒരു സമയം അടുത്തു നിൽക്കുന്നു എന്ന് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിന്റെ 18-ാമത്തെ പുസ്തകമാണ് യോബിന്റെ പുസ്തകം എന്ന് നമുക്കറിയാം. പഴയ നിയമ പുസ്തകങ്ങൾ പഠിച്ചു വരുമ്പോൾ ഉൽപ്പത്തി മുതൽ യോബ് വരെ യോബിന്റെ പുസ്തകം 18-ാമത്തെ പുസ്തകമായിട്ട് മനസ്സിലാക്കുവാനായി കഴിയുന്നു. ഗ്രന്ഥകർത്താവ് യോബാണ്. 42 അധ്യായങ്ങളിലായി 1070 വാക്യങ്ങളും എഴുതിയ കാലഘട്ടം ഏകദേശം 2000-ലും 1800 BC-ക്കും ഇടയിലുള്ള കാലഘട്ടത്തിൽ യോബ് ഈ പുസ്തകം രേഖപ്പെടുത്തിയെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതിനകത്തുള്ള പ്രധാന വ്യക്തികൾ യോബ്, എലിഫസ്, ബിൽദാദ്, സോഫർ, ഏലിഹു എന്ന് പറയപ്പെട്ട പ്രധാന കഥാപാത്രങ്ങളെ നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായി കഴിയുകയാണ്. ഈ പുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിപ്രാചീനമായിരിക്കുന്ന അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ ഏറ്റവും ആദ്യം എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ് യോബിന്റെ പുസ്തകം. യോബിന്റെ പുസ്തകമാണ് ആദ്യമായി എഴുതുവാൻ ഇടയായി തീർന്ന വിശുദ്ധ ഗ്രന്ഥമെന്ന്
നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുകയാണ്. യോബിന്റെ ജീവിത വഴിയിലൂടെ നാം പഠിക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ യോബിന്റെ കുടുംബത്തെ കുറിച്ച് കാണുവാനായി കഴിയുന്നു. 6 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ യോബിന്റെ ജീവിത കാലത്തെ കുറിച്ച് മനസ്സിലാക്കുവാനായി കഴിയുകയാണ്. 2-ാം അധ്യായം നാം വായിക്കുമ്പോൾ യോബിന്റെ 2-ാമത്തെ പരീക്ഷയെ നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്നു. 2-ാം അധ്യായവും 3-ാം അധ്യായവും നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത് യോബ് തന്റെ ജന്മദിവസത്തെ ശപിക്കുന്നതായിട്ട് മനസ്സിലാക്കുവാനായി കഴിയുകയാണ്. 4-ാം അധ്യായം എലിഫസ് എന്ന് പറയുന്ന തന്റെ സ്നേഹിതൻ യോബിനെ ചോദ്യം ചെയ്തുകൊണ്ട് അന്യായം പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുകയാണ്. 6-ാം അധ്യായത്തിൽ ദൈവത്തിന് സ്തോത്രം, യോബ് തന്റെ പരാതി ന്യായമാണെന്ന് വെളിപ്പെടുത്തുന്നു. 5-ാം അധ്യായം യോബിന് ദൈവം ശിക്ഷ നൽകുന്നു എന്ന് എലിഫസ് എന്ന് പറയപ്പെടുന്ന സ്നേഹിതൻ വിളിച്ചു പറയുകയാണ്. എന്നാൽ 6-ാം അധ്യായം നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന് സ്തോത്രം, തന്റെ പരാതി ദൈവസന്നിധിയിൽ ന്യായമാണെന്ന് തന്റെ സ്നേഹിതരെ ബോധ്യപ്പെടുത്തുന്ന അധ്യായമാണ് ഈ 6-ാമത്തെ അധ്യായം. 7-ാം അധ്യായത്തിൽ തന്റെ കഷ്ടതകൾക്ക് ആശ്വാസമില്ല യോബ് ഇങ്ങനെയുള്ള അധ്യായങ്ങളിൽ നാം വായിക്കുമ്പോൾ, തുടർന്നുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ തനിക്ക് ഒരു ആശ്വാസവും കണ്ടെത്തുവാൻ കഴിയുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുകയാണ്. എന്നാൽ 42-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോബ് തന്റെ ജീവിതത്തിൽ ഇങ്ങനെ പറയുകയാണ്: ദൈവത്തിന് സ്തോത്രം, യഹോവയായ ദൈവം എനിക്ക് സകലതും നൽകി തരുവാനിടയായി തീർന്നു എന്ന്. ജീവിതത്തിൽ എന്തെല്ലാം യോബ് യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് തന്റെ വിശ്വാസ ജീവിതത്തിൽ നിലനിന്ന് മുൻപോട്ട് ജീവിച്ചപ്പോൾ തന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം യഹോവയായിരിക്കുന്ന ദൈവം 42-ാം അധ്യായത്തിൽ യോബിന് 100 മടങ്ങായി തിരികെ നൽകിയെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, വളരെ ആത്മാർത്ഥമായി ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ ഓർപ്പിക്കുന്നു: യോബിന്റെ ജീവിതത്തിലൂടെ നമ്മുടെ എല്ലാ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് അവന് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ച് ആ യേശുവിന് വേണ്ടി ശുശ്രൂഷ ചെയ്ത് കഷ്ടതകളും പ്രയാസങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരാവുന്നതായ എല്ലാ ലാഭങ്ങളെയും കഷ്ടതകളാക്കി തീർത്തെടുത്തിട്ട് ആ ലാഭങ്ങളുടെ മധ്യത്തിൽ, ആ കഷ്ടതയുടെ മധ്യത്തിൽ നിലവിളിക്കുകയും സന്തോഷത്തെ കണ്ടെത്തുവാൻ കഴിയാതെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രിയിൽ ഈ തിരുവചനം എന്നെ ശ്രമിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ശക്തമായി ദൈവാത്മാവിൽ പറയുന്നു: യോബിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ദൈവം, യോബിന്റെ ജീവിതത്തെ അനുഗ്രഹത്തെ കൊടുത്ത ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാൻ ശക്തനാണെന്ന് ഇന്ന് രാത്രിയിൽ ആത്മാർത്ഥമായി ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആകയാൽ കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന, പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന, വേദനയിലൂടെ കടന്നു പോകുന്ന, നിരാശയിലൂടെ കടന്നു പോകുന്ന, സ്വസ്ഥതയില്ലാതെ കടന്നു പോകുന്ന, സമാധാനമില്ലാതെ കടന്നു പോകുന്ന, ഒരു നേരത്തേക്കൊന്ന് പാർക്കുവാൻ ഭവനമില്ലാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുവെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ശുശ്രൂഷയുടെ മധ്യത്തിൽ നഷ്ടം മാത്രമേ മുമ്പിൽ കണക്ക് കൂട്ടുവാനുണ്ടെങ്കിലും ഇന്ന് രാത്രി വിളിച്ചു പറയുന്നത്: കർത്താവിന്റെ കാഹളം ധ്വനിക്കുന്നതിന് മുന്നമേ നീ ഏതെല്ലാം ദൈവനാമത്തിനു വേണ്ടി നഷ്ടപ്പെടുത്തിയോ, ഏതെല്ലാം അപമാനം സഹിച്ചുവോ, അതെല്ലാം തിരികെ തരുവാൻ ശക്തനായ ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി യോബിന്റെ ജീവിതത്തിലൂടെ മനസ്സിലാക്കണമേ എന്ന് ആത്മാർത്ഥമായി ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ 6-ാം അധ്യായത്തിന്റെ ദൈവത്തിന് സ്തോത്രം 7-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യമാണ് നാം വായിച്ചു കേൾക്കുവാൻ ഇടയായി തീർന്നത്. തന്റെ കഷ്ടതകൾക്ക് ആശ്വാസമില്ല എന്ന് യോബ് പറയുകയാണ്. എന്റെ കഷ്ടതകൾക്ക് ആശ്വാസമില്ല, എന്റെ വിഷയങ്ങൾ പലതാണ്. ഇന്ന് രാത്രിയിൽ നിന്റെ കഷ്ടതകൾക്ക് ആശ്വാസമില്ലാതെ, നിന്റെ കഷ്ടതകൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ കഴിയാതെ ജീവിതത്തിൽ മുൻപോട്ട് പോകുന്നുവെങ്കിൽ ഒരാശ്വാസത്തിന്റെ കരമുണ്ടെന്ന് രാത്രി ഓർക്കണമേ. ഞാൻ വായിച്ച വചനത്തിലേക്ക് വന്ന് വളരെ വേഗം എന്റെ ചിന്തകൾ അവസാനിപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ രാത്രിയിൽ ഇങ്ങനെ പറയുന്നു: ദൈവത്തിന് സ്തോത്രം, മനുഷ്യ ജീവിതത്തെ നെയ്ത്തുകാരന്റെ
ഓടത്തിനോട് സാമ്യപ്പെടുത്തുകയാണ്. മനുഷ്യന്റെ ജീവിതം നെയ്ത്തുകാരന്റെ ഓടത്തോട് സാമ്യപ്പെടുത്തുകയാണ്. നിങ്ങളൊക്കെ നെയ്യുന്ന ശാലകളിൽ പോയി നെയ്ത്തോടം കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എനിക്കതിനുള്ള ഒരു ഭാഗ്യം സ്വർഗത്തിലെ ദൈവം നൽകി തരുവാനിടയായി തീർന്നു. തറയിലൂടെ നൂലുകൾ ഇടയിൽ കൂടി ചെറിയ ചെറിയ നൂലുകൾ കടത്തിവിട്ട് അതിവിദഗ്ധമായ രീതിയിൽ കൈകൊണ്ടും കാലുകൊണ്ടും തറി എന്ന് പറയുന്ന ആ അവസ്ഥ അതിശക്തമായി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ നൂലുകൾ പൊട്ടിപ്പോകാതെയും അതിൻ്റെതായ ആ ക്രമം തെറ്റാതെയും വളരെ വൃത്തിയോടെ ഭംഗിയോടെ ഒരു നെയ്ത്തുകാരൻ അവൻ ആർജിച്ചെടുത്ത പാടവത്തോടെ നെയ്യുമ്പോൾ ഉണ്ടായി പുറത്തേക്ക് വരുന്നതായ വിശേഷ വസ്ത്രം, ദൈവത്തിന് സ്തോത്രം, നാമൊക്കെയും സന്തോഷത്തോടെ അണിയുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നെയ്ത്തോടം ചലിപ്പിക്കുന്നവൻ ആ തറയിലേക്ക് സൂക്ഷിച്ചു നോക്കി അതിന്റെ ഒരു നൂൽ പൊട്ടിപ്പോയാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ആ വസ്ത്രം ചീത്തയായി പോകും, അത് യോഗ്യമല്ലാതെയായി മാറും. എന്നാൽ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടുന്നതായ ഒരു സാഹചര്യത്തെ ഇവിടെ യോബ് പറയുകയാണ്. എന്റെ ജീവൻ എന്റെ നാളുകൾ നെയ്ത്തോടത്തിനും വേഗതയിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരീരം മുഴുവൻ വ്രണമായി തീർന്ന ശരീരത്തിലുള്ള പുഴുക്കളെ പുറത്തേക്ക് വിടുവാൻ പോലും അനുവദിക്കാതെ തന്റെ ജീവിതത്തിൽ താൻ സ്നേഹിച്ച ഭാര്യ തന്നെ ഉപേക്ഷിച്ചു പോയി, തന്റെ സ്നേഹിതർ തന്നെ തള്ളിപ്പറഞ്ഞ് മാറിപ്പോയി. ഇങ്ങനെയെല്ലാം താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടതയുടെ നടുവിൽ അവൻ ഇങ്ങനെ പറയുന്നു, എന്റെ നാളുകൾ എനിക്ക് ദൈവം വച്ചിരിക്കുന്ന ആയുസ്, ഞാന്റെ ആയുസിത നെയ്ത്തോടത്തിന്റെ അടിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഊടും പാവും പോലെ വേഗതയുള്ളതായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിരാശ അനുഭവിക്കുന്ന ഒരു ഭക്തൻ പറയുകയാണ്, ഞാൻ എപ്പോഴാണ് പൊട്ടിത്തീരുന്നത് എന്നറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഈ വചനത്തിൽ നിന്നുകൊണ്ട് വളരെ വേഗം ഒരു ചിന്ത 2023 വിട്ടുപോകുമ്പോൾ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവലോടും വെമ്പലോടും കാത്തിരിക്കുന്ന ശ്രേഷ്ഠരായ ദൈവവൃത്യന്മാരോടും ദൈവമക്കളോടും ദൂതറിയിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കാലങ്ങളും കാലസംഭവങ്ങളും അടയാളങ്ങളായി യേശു ക്രിസ്തുവിന്റെ വരവിനെ വിളിച്ചറിയിക്കുമ്പോൾ ഈ കാലഘട്ടം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവന്റെ കാലഘട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവിന്റെ കാലഘട്ടമായിരിക്കുകയാൽ ഒരു ആത്മീക ശുശ്രൂഷയ്ക്ക് വേണ്ടി നേതൃത്വം കൊടുക്കുവാൻ, വിവിധ ശുശ്രൂഷകൾക്ക് വേണ്ടി നേതൃത്വം കൊടുക്കുവാൻ ഒരുങ്ങി നിൽക്കുന്ന ശ്രേഷ്ഠരായ കർത്തൃഭൃത്യന്മാരെ ഇന്ന് രാത്രിയിൽ ആത്മാർത്ഥമായി ഞാൻ ഇങ്ങനെ ഓർപ്പിക്കുന്നു. യേശുവിന്റെ വരവടുത്തിരിക്കുമ്പോൾ നമ്മുടെ ശുശ്രൂഷയുടെ വേഗത കൂട്ടേണ്ടത് അനിവാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യന്റെ ജീവിതം, ഒരു ഭക്തന്റെ ജീവിതം കടന്നു പോകുന്നത് ഈ തറിയോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ഈ നെയ്ത്തോടത്തോടുള്ള ബന്ധത്തിൽ അത് ഉപമിക്കുകയാണെങ്കിൽ ഏതെല്ലാം ചിന്തകളാണ് ദൈവം നമുക്ക് തരുന്നതെന്ന് ഇന്ന് രാത്രി നോക്കാം. ഒന്ന്, വേഗത്തിൽ വിട്ടുപോകുന്ന സമയം പ്രയോജനപ്പെടുത്തണം. സ്തോത്രം. ഒന്ന്, നമ്മളിൽ നിന്ന് വേഗം വിട്ടുപോകുന്ന സമയം അത് പ്രയോജനപ്പെടുത്തണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരു കാര്യം പറയാം. തറയിലെ ഓട്ടം മിനിറ്റിൽ 250 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അത് ചലിക്കുന്നത് കൊണ്ടാണ് നിമിഷ നേരം കൊണ്ട് വളരെ ബലവത്തായ രീതിയിൽ ഒരു വസ്ത്രം തയ്ച്ചെടുക്കുവാൻ അല്ലെങ്കിൽ തുന്നിയെടുക്കുവാൻ അത് നൂലുകളും പാവുകളും ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മിനിറ്റിൽ 250 പ്രാവശ്യം അത് ചലിക്കുകയാണ്. അത് വളരെ വിലപ്പെട്ടതാണ് ആ സമയം. ആ വളരെ വിലപ്പെട്ടതായ ഈ സമയം
നാം എന്ത് ചെയ്യണം? തക്കത്തിൽ ഉപയോഗിക്കണമെന്നാണ് ദൈവം നമ്മോട് പറയുന്നത്. തക്കത്തിൽ സമയം ഉപയോഗിച്ച് അതിസൂക്ഷ്മമായി നോക്കി അതിൽ പാകിയിരിക്കുന്ന നൂലുകൾക്ക് പൊട്ടൽ സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കി ശക്തമായി നോക്കിയിരിക്കുന്ന ഒരു ജോലിക്കാരനെ നമുക്കവിടെ മനസ്സിലാക്കുവാനായി കഴിയുന്നുണ്ട്. അവന്റെ കണ്ണും അവന്റെ ഹൃദയവും അവന്റെ കൈയും അവന്റെ കാലും എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ സർവ്വശരീരവും ഒരുപോലെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ആ മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് അവന്റെ ഹൃദയത്തിനകത്തിരിക്കുന്ന രൂപത്തിലും ഭാവത്തിലും ആ വസ്ത്രം പുറത്തേക്ക് വരുവാനിടയാകത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 16-ാമത്തെ തിരുവചനം നാം ഇങ്ങനെ വായിക്കുമ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ 5:16 പറയുന്നു, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ വിനിയോഗിപ്പീൻ. പൗലോസ് പറയുന്നത് എന്താ? ഇത് ദുഷ്കാലമാകയാൽ സമയം എന്ത് ചെയ്യണം? തക്കത്തിൽ വിനിയോഗിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് സമയം ഉപയോഗിക്കുവാൻ കടപ്പെട്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, പകലുള്ളിടത്തോളം കാലം അയച്ചവന്റെ വേല ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, ഈ കാലഘട്ടം എന്ന് പറയുന്നത് ദുഷ്കാലഘട്ടമാണ്. നമുക്കറിയാം, എങ്ങ് നോക്കിയാലും ക്രൂരതകൾ, എവിടേക്ക് നോക്കിയാലും അഴിമതികൾ, എവിടേക്ക് നോക്കിയാലും രാഷ്ട്രീയ പ്രേരിതമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ, കുലപാതകങ്ങൾ, മോഷണങ്ങൾ, അങ്ങനെ പരമ്പരകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്ന അനേക ദൈവദാസന്മാരെ നിർദാക്ഷിണ്യം നശിപ്പിച്ച് കളയുവാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു വലിയ ഭരണകൂടം. ദൈവത്തിന് സ്തോത്രം എന്ന് പറയട്ടെ, ഇത് സമയം തക്കത്തിൽ ഉപയോഗിക്കേണ്ട കാലഘട്ടമാണ്. ഹല്ലേലൂയ. ഇത് ദുഷ്കാലമാണ്. ദൈവത്തിന് സ്തോത്രം. സൂക്ഷ്മതയോടെ, അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ട് തീർന്നുകൊണ്ട്, പരിശുദ്ധാത്മാവെന്ന കൃപാവരത്തിന്റെ അടിയിൽ നിന്നുകൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ പരിജ്ഞാനത്തിൽ നിന്നുകൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്തിൽ നിന്നുകൊണ്ട് എനിക്കും നിനക്കും ഈ ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്ന സൃഷ്ടായുസ് കർത്താവിന് വേണ്ടി തക്ക സമയത്ത് ഉപയോഗിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുകയാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ശ്രേഷ്ഠരായ ദൈവജനമേ, ഹല്ലേലൂയ, നമുക്ക് സമയം തക്കത്തിൽ ഉപയോഗിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ മുൻപോട്ട് പോകട്ടെ. രണ്ടാമത്തെ കാര്യം, സമയം എന്റെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം, ജീവിതത്തിലെ നിസ്സാരമായ കാര്യങ്ങളെ, ജീവിതത്തിൽ നിസ്സാരങ്ങളെന്ന് കരുതുന്ന കാര്യങ്ങളെ അവഗണിക്കരുത്. ദൈവത്തിന് സ്തോത്രം. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നിസ്സാരമായി കാണുന്ന കാര്യങ്ങളെ അവഗണിച്ച് കളയുന്നവരാ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നിസ്സാരമെന്ന് കരുതുന്ന ഒരു കാര്യവും നാം അവഗണിച്ച് കളയരുത്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആ വചനത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓർപ്പിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ നിസ്സാരമായ കാര്യങ്ങളെ നാം അവഗണിക്കരുത്. എത്രയോ ചെറിയ ചെറിയ ആയിരക്കണക്കിനുള്ള നൂലുകൾ തറയിൽ രൂപപ്പെടുത്തി, ഓരോ നൂലും അത്യന്തം ദുർബലമായതാണ്. എന്നാൽ അവ പൊട്ടിപ്പോകാതെ നെയ്ത്തുകാരൻ അതിനെ ശരിയാക്കി ജോലി തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും എത്രയോ തീരുമാനങ്ങളാണ് നമ്മളിൽ നിന്ന് പൊട്ടിപ്പോകുവാനിടയായത്, അല്ലെ? ചില ദിവസങ്ങൾ കഴിയുമ്പോൾ 2022 എടുത്ത തീരുമാനം 2023 എനിക്ക് നടപ്പിലാക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഞാൻ 2024 ചില പുതിയ തീരുമാനങ്ങളുമായി മുൻപോട്ട് കയറുന്നു എന്ന് പറഞ്ഞ തീരുമാനങ്ങളും പ്രതിഷ്ഠകളും ഒക്കെ എടുക്കുന്ന അനേകരുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മളൊക്കെ ദൈവദാസന്മാരായതുകൊണ്ട് ഇതൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മളൊക്കെ തീരുമാനം എടുക്കുന്നവരുമുണ്ട്. എത്രയോ തീരുമാനങ്ങൾ നമ്മളിൽ നിന്ന് പൊട്ടിപ്പോയി. എത്രയോ തീരുമാനങ്ങൾ ഹല്ലേലൂയ നമുക്ക് നടപ്പിലാക്കുവാൻ കഴിയാതെ പോയി. ദൈവത്തിന് സ്തോത്രം. നിസ്സാരമെന്ന് കരുതുന്ന പലതും
ആ വേദന മാറ്റിവെക്കുവാൻ ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ജീവിതത്തിൽ നിസാരമെന്ന് വരുന്നതായ ഒരു കാര്യങ്ങളും നാം മാറ്റിവെക്കരുത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ തരുന്ന എല്ലാ നന്മകളും, അത് ചെറുതായാലും വലുതായാലും, അത് ദൈവനാമ മഹത്വത്തിനായിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കി കർത്താവിന് മഹത്വം കൊടുക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്തോടെ ഇറങ്ങി പറഞ്ഞാൽ, നാം ആരുമായിക്കൊള്ളട്ടെ, ഏത് സഭകളിലും ഏത് പ്രസ്ഥാനങ്ങളിലും ഏത് അനുഭവത്തിലും ഏത് ഉയർന്ന പദവിയിൽ നിന്നാലും, ദൈവമേ എന്റെ ജീവിതത്തിൽ ചെറുതായ ഒരു പൊട്ടിപ്പോയിട്ടുണ്ടോ എന്ന് നാം ഒന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ നെയ്ത്തുകാരൻ നെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ ആ തറിയിലേക്ക് സൂക്ഷിച്ച് നോക്കുന്നത്, ഈ പാകി വച്ചിരിക്കുന്ന നൂലിൽ ഒന്നെങ്കിലും പൊട്ടുന്നുണ്ടോ എന്ന് അവൻ ശ്രദ്ധിച്ച് നോക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്താണ് കാരണം? ആ നൂലിൽ ഒന്ന് പൊട്ടിപ്പോയാൽ ദൈവത്തിന് സ്തോത്രം, അവൻ നെയ്തുകൊണ്ടിരിക്കുന്ന വസ്ത്രം ചീത്തയായി പോകും എന്ന് ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ വീണ്ടും ഓർപ്പിക്കുന്നു. ഒരു നൂല് പൊട്ടിയാൽ അത് ചീത്തയായി മാറുവാനിടയാകും. എന്നാൽ ആ പൊട്ടിയ നൂല് അവൻ തപ്പിയെടുത്ത് നോക്കിയെടുത്തിട്ട് അത് വീണ്ടും ഇടയർത്ത് കെട്ടി മനോഹരമാക്കി തീർക്കുവാനിടയാകുന്നു. എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ നിസാരമെന്ന് നാം കരുതുന്ന പലവിധ ചിന്തകളും പ്രവർത്തികളും വിശ്വാസ ജീവിതത്തെ നഷ്ടപ്പെടുത്തി കളയുവാൻ കഴിയുന്നതാണ്. എന്നാൽ അവ ഏതാണെന്ന് കണ്ടെത്തി അതിനെ തിരുത്തി ഈ നിസ്സാരമായ കാര്യങ്ങളെ ക്രിസ്തുവിന് വേണ്ടി പ്രയോജനമുള്ളതാക്കി തീർക്കുവാൻ ഇന്ന് രാത്രിയിൽ ഒരു നല്ല ദൈവത്തിന്റെ ആലോചന നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുകയാണ്. പ്രിയരെ, ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വചനം അതിനോട് ചേർന്ന് ഒന്ന് വായിച്ചു കേൾക്കാം. ദൈവത്തിന് സ്തോത്രം. എല്ലാ കയ്പും കോപവും ക്രോധവും അട്ടഹാസവും ദൂഷണവും സകല ദുർഭാഷണവും നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്: എല്ലാ കയ്പും എല്ലാ കോപവും ക്രോധവും അട്ടഹാസവും ദൂഷണവും സകല ദുർഗുണങ്ങളുമായ നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ എന്ന്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഓർക്കും, വിശ്വാസികളല്ലല്ലോ, അവിശ്വാസികളല്ലല്ലോ, ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രിയിൽ എഫേസസിലുള്ള സഭയോട് പരിശുദ്ധാത്മാവിനാൽ അദ്ദേഹം ദൂതെഴുതുമ്പോൾ, പൗലോസ് ലീഗ ദൂതെഴുതുമ്പോൾ പറയുകയാണ്, നിങ്ങളിൽ നിന്ന് കയ്പ് നീങ്ങിപ്പോകണം. പ്രിയരെ, നമ്മളിൽ കയ്പിന്റെ അവസ്ഥയുണ്ടെങ്കിൽ അത് നീങ്ങി മാറേണ്ടത് ആവശ്യമാണ്. പ്രിയരെ, നമ്മളിൽ കോപമുണ്ടെങ്കിൽ അത് നീങ്ങി മാറേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, നമ്മിൽ ക്രോധമുണ്ടെങ്കിൽ അത് മാറിപ്പോകേണ്ടത് ആവശ്യമാണ്. പ്രിയരെ, നമ്മളിൽ അട്ടഹാസം എന്ന് പറയപ്പെടുന്ന, മറ്റുള്ളവരെ നോക്കി പരിഹസിക്കുന്ന, മറ്റുള്ളവരെ നോക്കി നിന്ദകൾ പറയുന്ന, അവനെ കണ്ട് രസിക്കുന്ന ആ വലിയ അനുഭവം ഉണ്ടെങ്കിൽ അത് നമ്മളിൽ നിന്ന് മാറിപ്പോകേണ്ടത് ആവശ്യമാണ്. പ്രിയരെ, നമ്മളിൽ ദൂഷണമെന്ന ആ വലിയ പരദൂഷണമുണ്ടെങ്കിൽ, ആ സ്നേഹിതൻ ഇങ്ങനെയാണ്, ആ സഹോദരൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ദൈവദാസൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ആ സഹോദരി ഇങ്ങനെയാണ് എന്ന് പറയപ്പെടുന്ന ഒരനുഭവം, ദൂഷണം, അത് നമ്മളിൽ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ആത്മാർത്ഥമായി അതിനെ ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാണ് എന്നാണ് ദൈവം പറയുന്നത്. നിസ്സാരമെന്ന് നാം കരുതുന്ന ചില കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ വീട്ടിലുള്ള, നമ്മുടെ സമൂഹത്തിലുള്ള, നമ്മുടെ ഹല്ലേലൂയ അയൽവക്കത്തുള്ള, അല്ലെങ്കിൽ നമ്മുടെ ചാർച്ചക്കാരിലുള്ള, അതുമല്ലെങ്കിൽ നമ്മുടെ സഭയിലുള്ള മറ്റുള്ളവരെ ഹല്ലേലൂയ നിസ്സാരമെന്ന് പറഞ്ഞുകൊണ്ട് തിരുവചനം ഇങ്ങനെ പറയുന്നു. ദൈവത്തിന് സ്തോത്ര. സഹോദരനെ നിസ്സാര എന്ന് വിളിച്ചാൽ അവൻ കുലപാതകി എന്ന് തിരുവചനം പറയുമ്പോൾ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നാം പലരെയും നിസ്സാരക്കാരനായി എണ്ണി അവനെ പരിഹസിക്കുമ്പോൾ, അവനെതിരെ അട്ടഹാസം മുഴക്കുമ്പോൾ, ഇന്ന് രാത്രി ഓർക്കണമേ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, പലരും ഹല്ലേലൂയ നിസ്സാരമെന്ന് കരുതുന്നത് ദൈവം വലുതായി കണക്ക് കൂട്ടുകയാ. ഹല്ലേലൂയ. ചിലരൊക്കെ ദൈവദാസന്മാരെ കാണുമ്പോൾ സ്തോത്രം പറയാനും, ചിലരൊക്കെ ദൈവദാസന്മാരെ കാണുമ്പോൾ ഒന്ന് സന്തോഷത്തോടെ കൈ കൊടുക്കുവാനും കഴിയാതെ ദൈവത്തിന് സ്തോത്രം മാറി നിൽക്കുന്ന ഒരനുഭവങ്ങളുണ്ട്.
എന്നുള്ള കാര്യം ഓർക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവവൈതലേ, സ്വർഗത്തിൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്റെ ഒരു അനുഭവം പറയാം. ദീർഘവർഷങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടിയ തണുപ്പിലും കൊടിയ ചൂടിലും കിടന്ന് കേരളത്തിൽ വന്നപ്പോൾ ഒരു മാന്യനായ ദൈവദാസി ഹല്ലേലൂയ, ഒരു പ്രസിഡന്റിന്റെ ഭാര്യ, ദൈവത്തിന് സ്തോത്രം, ഞങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെച്ചപ്പോൾ എനിക്ക് സ്തോത്രം തന്നത് ഇടത് കൈ ഇങ്ങനെ കാണിച്ചു. ദൈവത്തിന് സ്തോത്രം. രണ്ട് കൈയും കൂപ്പാൻ കഴിയാതെ, നമ്മളൊക്കെ രണ്ട് കൈയും കൂപ്പിയാണല്ലോ സ്തോത്രം പറയുന്നത്. ഇടത് കൈ മാത്രം ഇങ്ങനെ കാണിച്ചുകൊണ്ട് സ്തോത്രം പറഞ്ഞു. അതിന് മറുപടിയായിട്ട് ഞാനും ചെയ്തു, വലത് കരം എടുത്ത് കാണിച്ചു, സ്തോത്രം അമ്മാമ്മ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, നിനക്ക് വിലയിടുന്നവൻ സ്വർഗത്തിന്റെ ദൈവമാണ്. നമുക്ക് ആര് വിലയിട്ടാലും ആ വില ഹല്ലേലൂയ ഈ ഭൂമി കൊണ്ട് അവസാനിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി വിളിച്ചു പറയുവാൻ താല്പര്യപ്പെടുന്നത്, നിന്റെ ജീവിതത്തിൽ നിസ്സാരമെന്ന് നീ കണക്ക് കൂട്ടുന്ന പല പാപങ്ങളും ദൈവം നിന്റെ മുമ്പാകെ വിലയേറിയതാ എന്നുമ്പോൾ വളരെ ആത്മാർത്ഥമായി ഇന്ന് രാത്രി ദൂത് പറയട്ടെ. ഹല്ലേലൂയ. കോപവും വാഗ്വാദവും അട്ടഹാസവും ദൂഷണവും പരദൂഷണവും എല്ലാം വിട്ടുമാറേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഇങ്ങനെ പറയുന്നു, നിസ്സാരമായി കാണരുത്. നമ്മുടെ ജീവിതത്തിൽ എത്രയോ തീരുമാനങ്ങൾ പൊട്ടിപ്പോയല്ലേ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നാം നിസ്സാരമായി കണക്കൂട്ടിയല്ലേ. എന്നാൽ പരിശുദ്ധാത്മാവ് ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ നീ ചെയ്തു പോയതായ എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രിയിലും കണ്ടുകൊണ്ടിരിക്കുകയാ. ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, ഇന്ന് രാത്രിയിൽ ദൈവദാസന്മാരെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, ആത്മാർത്ഥമായി ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു തീരുമാനമെടുക്കുക. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളതുപോലെ അറിയുകയാണ്. അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവൻ ഹല്ലേലൂയ നിന്നെ കാണുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഭൂമിയിലേക്ക് അഗ്നിയെ വർഷിപ്പിച്ചവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവിൽ ഇങ്ങനെ ദൂത് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിന്റെ ജീവിതത്തിൽ ചെറുതായ തീരുമാനങ്ങൾ പൊട്ടിപ്പോയത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാണുകയാണ്. നിന്റെ വാക്കുകൊണ്ടും താങ്കളുടെ പ്രവൃത്തി കൊണ്ടും താങ്കളുടെ ജീവിതത്തിന്റെ ശൈലി കൊണ്ടും താങ്കളുടെ പ്രസംഗം കൊണ്ടും അനേകർക്ക് വേദനയുളവാക്കിയ അനുഭവം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, താങ്കൾ നിസ്സാരമായി കണ്ടത് പലതും ദൈവം ഭീകരതയോടെ കണ്ടിരിക്കുകയാണ്. മടങ്ങി വരുവാൻ കഴിയുമോ? മടങ്ങി വരുവാൻ കഴിയുമെങ്കിൽ ഒരു വലിയ ഉയർച്ചയുടെ പദവിയിലേക്ക് ദൈവം കൊണ്ടെത്തിക്കുമെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവിൽ ദൂത് പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. മടങ്ങി വരുവാൻ കഴിയുമെങ്കിൽ ഹല്ലേലൂയ, പലതും മുടക്കിയിട്ടും ആ മുടക്കിയതിന്റെ പുറകാലെ പറയുന്നതായ വാക്കുകൾ ഹല്ലേലൂയ അനേകരെ വേദനപ്പെടുത്തുന്നുവെങ്കിൽ ഇന്ന് രാത്രി ആത്മാർത്ഥമായി ഓർപ്പിക്കട്ടെ. മടങ്ങി വരുവാൻ കഴിയുമെങ്കിൽ ഒരു വലിയ ഉയർച്ചയിലേക്ക് ദൈവം കൊണ്ടെത്തിക്കും. വീണ്ടും അതല്ല പരാതികളാണെങ്കിൽ ദൈവാത്മാവിൽ പറയട്ടെ, ഹല്ലേലൂയ, അതിന്റെ മധ്യത്തിൽ ദൈവ ന്യായം വിധിപ്പാൻ ഇറങ്ങി വരും. കാരണം ഇതൊക്കെയും ദൈവത്തിന് നിസ്സാരമാണ്. ദൈവം നമ്മിൽ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ഒരു മിനിറ്റ് കൊണ്ട് ദൈവം എടുത്ത് മറ്റൊരുവനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവത്തിന് ക്ഷണം നേരം മതി. ഹല്ലേലൂയ. എന്നാൽ ദൈവം എന്നെയും നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ വലിയ ആത്മീയ ശുശ്രൂഷ, ആ വലിയ ഭൗതിക ശുശ്രൂഷ, ആ വലിയ ഭൗതിക നന്മ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുമ്പോൾ ഹല്ലേലൂയ, പരിഹാസങ്ങളില്ലാതെ, നിന്ദകളില്ലാതെ, വേദനകളില്ലാതെ സന്തോഷത്തോടെ സ്വീകരിപ്പാൻ ഇന്ന് രാത്രി ദൈവജനമേ നാം ഒരുങ്ങേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാം നമുക്ക് ദൈവസന്നിധിയിലേക്ക് പറയാം. നാഥനെ, എന്റെ ജീവിതത്തിൽ വന്നുപോയതായ കുറവുകൾ, എന്റെ ജീവിതത്തിൽ വന്നുപോയതായ നിസ്സാരമെന്ന് ഞാൻ കരുതിയ ചില പാവങ്ങൾ, ഞാൻ നിസ്സാരമെന്ന് പറഞ്ഞതായ ചില വാക്കുകൾ, ഞാൻ നിസ്സാരമെന്ന് കരുതി പറഞ്ഞ ചില ചിന്തകൾ, വാക്കുകൾ അനേകർക്ക് വേദനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നാഥനെ, പുതുവർഷത്തിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്ന എന്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ പുതുതായി ജനിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, എന്നെ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനോട് ഏറ്റുപറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ഒരു വലിയ വിടുതല് സ്വർഗത്തിലെ ദൈവം നൽകി തരുവാനിടയായി തീരും. മൂന്നാമത്തെ ചിന്ത പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാ. ഒരിത്തിരി കാര്യങ്ങൾ
പറയുവാനുണ്ട്. ഏകദേശം ആമേൻ ഹല്ലേലൂയ ഒത്തിരി ചിന്തകൾ അതിലൂടെ പറയാനുണ്ട്. എന്നാൽ മൂന്നാമത്തെ കാര്യം മാത്രം പറഞ്ഞു തീരുമ്പോൾ എന്റെ സമയം അവിടെ അവസാനിക്കും. പൊട്ടിയ ഇഴകൾ നെയ്ത്തുകാരൻ തന്നെ കൂട്ടിച്ചേർക്കണം. പൊട്ടിയ ഇഴകൾ നെയ്ത്തുകാരൻ തന്നെ കൂട്ടിച്ചേർക്കണം. സ്വതന്ത്രം കൂട്ടിച്ചേർക്കാൻ മറ്റൊരാൾ വരികയില്ല. സ്വതന്ത്രം നെയ്ത്തുകാരൻ തറിയിൽ നെയ്ത്തോടെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ വീക്ഷണത്തോടെ നോക്കുന്നത് ഈ നൂലുകൾ പൊട്ടുന്നുണ്ടോ എന്ന്. അഥവാ പൊട്ടിയാൽ എന്താകണം? ദൈവത്തിന് സ്തോത്രം. കൂട്ടിച്ചേർക്കേണ്ടത് നെയ്ത്തുകാരൻ തന്നെയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ സഭാ ജീവിതത്തിൽ ഇഴകൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ദൈവദാസന്മാരുടെ കടമയാണ് അത് കൂട്ടിച്ചേർക്കുക എന്നുള്ളത്. ഞാനൊരു സഭയിൽ പോയി 12 കുടുംബം കൊട്ടാരക്കരയിൽ നിന്ന് ദൈവദാസൻ വരുന്നത് കൊണ്ട് അദ്ദേഹം അവിടെ ഒരു ദൈവദാസനെ ഏൽപ്പിച്ചു. ആദ്യത്തെ 6 കുടുംബത്തെ ഒരു ദൈവദാസൻ പൊട്ടിച്ചോണ്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ വേറൊരു ദൈവദാസനെ അവിടെ ഏൽപ്പിച്ച് വിശ്വസ്തയോടെ 3 മാസം കഴിഞ്ഞപ്പോൾ ആ ദൈവദാസൻ ബാക്കിയുള്ള 6 കുടുംബത്തെ കൊണ്ടുപോയി. ഇപ്പൊ 2 കുടുംബം അവിടെ ഉണ്ട്. ഇവരൊക്കെ സ്വർഗത്തിൽ പോകുമോ എന്നുള്ള കാര്യം ചിന്തനീയമാണ്. പോട്ടെ. സഭാസംബന്ധമായ ജീവിതത്തിൽ ഇഴകൾ പൊട്ടിയാൽ അത് ചേർത്ത് വെച്ച് ആ സഭയെ മനോഹരമാക്കി തീർക്കേണ്ടത് ഇടയന്മാരുടെ ചുമതല. അവിടെ പറഞ്ഞു വിടുകയാണ്, ഒത്തിരി സമയമില്ല, അതുകൊണ്ടാണ്. സഹപ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ, സഹപ്രവർത്തകരോടുള്ള ബന്ധത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രിനിറ്റിയിൽ നമ്മളെല്ലാവരും ഒരു സഹപ്രവർത്തകരാണ് എന്ന് പറഞ്ഞതുപോലെ വിവിധ സംഘടനകളിൽ സഭാ പ്രവർത്തനത്തിലായിരിക്കുന്നവർ, സഭാ പ്രവർത്തനത്തിൽ നിൽക്കുന്നവർ, കൂട്ടായ്മയിൽ നിൽക്കുന്നവർ, പ്രയർ ഗ്രൂപ്പിൽ നിൽക്കുന്നവർ, സഹപ്രവർത്തകരോട് ഇഴകളെ പൊട്ടിച്ചെങ്കിൽ 2024 പ്രവേശിക്കുന്നതിന് മുന്നമേ നിരപ്പ് പ്രാപിക്കേണ്ട സമയമാണ്. സ്വത്രം പറഞ്ഞാട്ടെ. ആരും സ്വത്രം പറയാറില്ലെന്ന് എനിക്കറിയാം. കാരണം ശക്തമായ ദൂത ദൈവം പറഞ്ഞിരിക്കുന്നത്. Praise the Lord. Hallelujah. ഇന്ന് രാത്രി ശക്തമായി ദൂത് പറയുകയാണ്. ആമേൻ. സഭാ സംബന്ധമായും സഹപ്രവർത്തകരോടുള്ള ബന്ധത്തിലും ആമേൻ ഇഴകൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ 2024 പ്രവേശിക്കുന്നതിന് മുന്നമേ ഇന്ന് രാത്രി ദൂത് പറയട്ടെ, നിനക്ക് നിരപ്പിന്റെ സമയമുണ്ടോ? അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ സമയം അടുത്തു നിൽക്കുന്നുള്ള കാര്യം മറന്നു പോകരുത് ദൈവ പൈതലേ. മൂന്നാമത്തെ കാര്യം, കുടുംബജീവിതത്തിൽ ഇഴകൾ പൊട്ടിയാൽ അതിനെ പരിശോധിച്ച് ക്രമപ്പെടുത്തി ദൈവത്തെ ആരാധിക്കണം. സ്വത്രം സ്വത്രം സ്വത്രം. കുടുംബജീവിതത്തിൽ ശ്രദ്ധിക്കുക, കുടുംബജീവിതത്തിൽ ഭാര്യ, ഭർത്തൃ, ആമേൻ ഹല്ലേലൂയ, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ തമ്മിലുള്ളതായ ഇഴകൾ, ആ സ്നേഹബന്ധത്തിന് കോട്ടം സംഭവിച്ചാൽ ഇന്ന് രാത്രി അത് ഏറ്റു പറഞ്ഞിട്ട് ഒരു പുതുവർഷത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നല്ല ദിനത്തിലേക്ക് വേണ്ടി ആഗ്രഹിക്കണമെന്ന ദൈവം പറയുന്നത്. സ്വത്രം. അവിടെ കുടുംബജീവിതത്തെ കുറിച്ച് ഞാൻ അങ്ങനെ പൂർണ്ണമായിട്ട് വിശദീകരിക്കുന്നില്ല. കാരണം പ്രൈസ് ദി ലോർഡ്, സമയം പരിമിതികൾ തീരുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഹല്ലേലൂയ ഭർത്താവ് നിന്റെ ഭാര്യയെയും ഭാര്യ നിന്റെ ഭർത്താവിനെയും ആമേൻ മാതാപിതാക്കളെ തങ്ങളുടെ കുഞ്ഞുങ്ങളെയും കുഞ്ഞുങ്ങളെ തങ്ങളുടെ മാതാപിതാക്കളെയും വേദനിപ്പിക്കരുത്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെയൊക്കെ അധികമായ വിദ്യാഭ്യാസത്തിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ വാക്കുകൊണ്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേദനയുണ്ടാകരുത്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെയൊക്കെ കുടുംബത്തിൽ നിന്ന് ഒരിക്കലും ചെന്നെത്തി നിൽക്കുവാൻ പറ്റാത്തൊരു തലമുറയിലാണ് ഞങ്ങളുടെ പ്രിയ ജോയൽ മോൻ ചെന്ന് നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് രാത്രി ആത്മാർത്ഥമായി ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവിന്റെ വേദ ചുമക്കുന്നത് കൊണ്ട് പ്രൈസ് ദി ലോർഡ് ആ മക്കളെ ബഹുമാനിക്കുന്നതിന് പകരമായി
വേദനിപ്പിക്കുന്ന ഒരു വാക്കുകളും വായിൽ നിന്ന് നടന്നു വിടരുത്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഏത് സമൂഹത്തിൽ നിൽക്കുന്നുവോ അവർക്ക് വേദന ജനിക്കുന്ന ഒരു വാക്കുകളും മാതാപിതാക്കളെ നിങ്ങളുടെ വായിൽ നിന്ന് വരരുത്. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ ആത്മാർത്ഥമായി ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന ഒരു വാക്കുകളും കഷ്ടതയുടെ നടുവിൽ, പട്ടിണിയുടെ നടുവിൽ, വേദനയുടെ നടുവിൽ വയറിനെ മുറുക്കിയെടുത്തിട്ട് ഉള്ളത് കൊണ്ട് പഠിപ്പിച്ച് മിടുക്കരാക്കി തീർക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. അവരെ ബഹുമാനിക്കേണ്ട സമയങ്ങളിൽ, അവരെ ബഹുമാനിക്കേണ്ട ഇടങ്ങളിൽ, അവരെ കരുതേണ്ട ഇടങ്ങളിൽ, അവരെ പരിപാലിക്കുന്ന ഇടങ്ങളിൽ അവരെ കരുതുകയും ചെയ്യുവാൻ ഏതൊരു മക്കളും യോജിച്ച് നിൽക്കേണ്ടവരാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു ഫാമിലി മീറ്റിംഗ് ഒക്കെ കിട്ടിയാൽ വളരെ ആത്മാർത്ഥമായിട്ട് പ്രസംഗിക്കാൻ കരത്തിലുണ്ട്. പക്ഷെ നമുക്കൊന്നും സമയമില്ല. കാരണം കണ്ടാ പാസ്സാന്ന് പോലും തോന്നുകയാണ്. അതുകൊണ്ടാ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒരു മൂലയ്ക്ക് വന്നിങ്ങനെ ഇരുന്ന് മാറി പോകുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. പ്രഹസനമില്ലാത്തത് കൊണ്ടാണ്. ഒരു ഫാമിലി മീറ്റിംഗ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം പറയേണ്ടതായ ചില നല്ല സത്യങ്ങൾ ദൈവാത്മാവിൽ പഠിച്ചിട്ട് ദൈവത്തിന് സ്തോത്രം ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പോട്ടെ ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. വേറുള്ളവർക്കും വേறு ചാർത്തി കൊടുത്തവർക്കും ഒക്കെ അവസരങ്ങൾ മാറ്റിവെക്കുമ്പോൾ നമ്മളെ പോലെയുള്ളവർക്ക് അവസരം ലഭിക്കാതെ മാറി നിൽക്കുകയാ. ഇന്ന് രാത്രിയിൽ ട്രിനിറ്റിയിൽ കൂടെയെങ്കിലും ഇങ്ങനെയുള്ള ചില ശബ്ദങ്ങൾ പുറത്തേക്ക് വിടുവാൻ ദൈവം തന്നിരിക്കുന്ന വലിയ ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാ. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ പൊട്ടിയ ഇഴകൾ എങ്ങനെ ചേർക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി പറയുന്നു. വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാനും ശ്രമിക്കുകയും ചെയ്യുകയും. ഇതിന് വിശദീകരിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മളെ വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഏത് വിളിയാണ് നമ്മുടെ മേൽ ദൈവം തന്നിരിക്കുന്നത്? പ്രവാചകനാണോ? ആ വിളിക്കൊത്തവണ്ണം ജീവിക്കണം. അത്ഭുതങ്ങളുടെ ശുശ്രൂഷ ചെയ്യാനാണോ ദൈവം വിളിച്ചിരിക്കുന്നത്? ആ വിളിക്കൊത്തവണ്ണം സൗമ്യതയോടെ സന്തോഷത്തോടെ ജീവിക്കണം. ഹല്ലേലൂയ. ഒരു ഇടയ ശുശ്രൂഷകനായിട്ടാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. ഇടയ പരിപാലനം എന്തെന്ന് മനസ്സിലാക്കി വളരെ താഴ്മയോടെ, വിനയത്തോടെ, സന്തോഷത്തോടെ, കരുതലോടെ, ആവലോടെ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടണം. സൗമ്യതയുള്ളവനായിരിക്കണം. ഭൂതശാന്തി ശുശ്രൂഷയ്ക്കാണ് ദൈവം നിന്നെ വിളിച്ചത്. വിശുദ്ധിയോടും വേർപാടോടും കൂടെ അതിനു വേണ്ടി നിലനിൽക്കണം. ഒരു അപ്പോസ്തലനായിട്ടാണ് ദൈവം നിന്നെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നതെങ്കിൽ അപ്പോസ്തോലിക ശുശ്രൂഷ ലോകത്തിന്റെ എല്ലായിടത്തും പോയി സുവിശേഷം പ്രസംഗിക്കണം. ആ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പട്ടിണി, കഷ്ടത, ആപത്ത്, വാള്, നിന്ന, പരിഹാസം, ഭീഷണി, ദീക്ഷണി, ഇതെല്ലാം സ്വയം ഏറ്റെടുക്കുവാൻ കഴിവുള്ളവനായി ആ വിളിയെ തെരഞ്ഞെടുത്തുകൊണ്ട് ഇറങ്ങി പുറപ്പെടുക. സമയം പരിമിതി തീർന്നല്ലോ ദൈവമേ. അതുകൊണ്ട് ഇങ്ങനെ നിർത്തുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ പൊട്ടിയതെല്ലാം നാം മനസ്സിലാക്കിയിട്ട് നമ്മുടെ വിളിക്കൊത്തവണ്ണം നമുക്ക് മുൻപോട്ട് പോകാം. നെയ്ത്തോടത്തിലെ വേഗതയേറിയ നമ്മുടെ ദിനങ്ങൾ നാം തക്കത്തിൽ നിയോഗിക്കുക. നെയ്ത്തോടത്തെക്കാളും വേഗതയേറി നാം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പലരും പറയാറുണ്ട് എനിക്ക് സമയമില്ല, പലരും പറയാറുണ്ട് എനിക്ക് സമയമില്ല. ദൈവം മക്കൾ 24 മണിക്കൂർ ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ 24 മണിക്കൂറിൽ ദൈവത്തിന് വേണ്ടി വേർതിരിച്ച് നാം വെക്കുവാൻ ആഗ്രഹിക്കുന്ന സമയം അത് തക്കത്തിൽ വിനിയോഗിച്ച് സന്തോഷത്തോടെ ജീവിതം നയിച്ച് ഒരു വലിയ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ നടത്തട്ടെ എന്ന് ഇന്ന് രാത്രി ഓർപ്പിച്ചുകൊണ്ട് എനിക്കായി സമയത്തെ അനുവദിച്ചെന്ന ദൈവദാസനോടും ട്രിനിറ്റി ഭാരവാഹികളോടുമുള്ള അകമഴിഞ്ഞ നന്ദിയും കൃതജ്ഞതയും ഓർപ്പിച്ചുകൊണ്ട് ഞാൻ താണിരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചല്ലോ. ദൈവത്തിന് സ്തോത്രം. പൂർണ്ണ സൗഖ്യം ആയി വരുന്നതേ ഉള്ളൂ. എന്നാൽ ഇന്ന് സന്ധ്യയെങ്കിൽ വളരെ പനിയാൽ വീണ്ടും ഭാരപ്പെട്ടു. അല്പമല്ലാത്ത ശാരീരിക അസ്വസ്ഥത, മൂത്രത്തിൽ പഴുപ്പുന്ന രോഗം തന്റെ ശരീരത്തിലേക്ക് പിടിപെട്ടിരിക്കുന്നു. വളരെ വേഗം സൗഖ്യമാകുവാൻ പ്രിയമുള്ളവർ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ ഒരുവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ ദൈവവചന ശുശ്രൂഷ കർത്താവിന്റെ ദാസനിലൂടെ ദൈവം നമുക്ക് നൽകിയല്ലോ.
യോബിന്റെ പുസ്തകത്തിൽ നിന്നും നമ്മുടെ നാളുകൾ നെയ്ത്തോടത്തേക്കാൾ വളരെ വേഗമുള്ളതെന്ന് തിരിച്ചറിഞ്ഞ് എപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാമോ, ഒരുക്കാമോ, ആ നിലകളിലൊക്കെ നാം ആയിത്തീരേണ്ട അവസ്ഥകളെ കുറിച്ച് ദൈവദാസൻ നമ്മൾ സംസാരിച്ചു. നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം, ഒന്ന് കണ്ടുണരാം. ഈ ആണ്ടിന്റെ ഒടുവിൽ കർത്താവെ, എന്റെ ജീവിതത്തിൽ നിസ്സാര കാര്യങ്ങളെ ഞാൻ തള്ളിക്കളഞ്ഞിട്ട് അവഗണിച്ചിട്ട് ആമേൻ എനിക്ക് ഒരുക്കപ്പെടുവാൻ കഴിയാത്ത ഏതെങ്കിലും ഭാഗങ്ങളുണ്ടോ? എന്റെ ജീവിതത്തിൽ സ്തോത്രമിഴകൾ ആമേൻ പൊട്ടിയ അനുഭവങ്ങളാണോ ഉള്ളത്? അത് കൂട്ടിച്ചേർത്ത് ക്രമീകരണം വരുത്തി ശുദ്ധീകരണത്തോടെ ഒരുക്കത്തോടെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. എല്ലാവരും ദൈവസന്ധി പ്രാർത്ഥിച്ചാട്ടെ. കേൾക്കപ്പെട്ട വചനത്തിന്റെ പിൻപിൽ നമുക്ക് നമ്മെ തന്നെ ഒരുക്കി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ആമേൻ ആമേൻ. നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ MS എബ്രഹാം പാസ്റ്റർ, നമ്മുടെ മെന്ററായിരിക്കുന്ന കർത്തൃദാസ് ഈ സൂമിലുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം പ്രാർത്ഥനയ്ക്കായിട്ട് അവസരങ്ങൾ എടുക്കും. പ്രാർത്ഥിച്ച് ആശീർവാദം പറയുവാൻ MS എബ്രഹാം പാസ്റ്ററെ ഞാൻ ക്ഷണിക്കുന്നു. കേൾക്കപ്പെട്ട വചനത്തിന് മുൻപാകെ നമ്മളെ തന്നെ താഴ്ത്തി ആമേൻ. നമ്മുടെ ജീവിതം വളരെ ക്ഷണഭംഗുരമാണെന്ന് മനസ്സിലാക്കി, അല്പായുസുള്ളവരാണ് നമ്മളൊന്ന് മനസ്സിലാക്കി ആമേൻ മുന്നോട്ട് പോകാൻ നമ്മെ എല്ലാം ദൈവം ഒരുക്കേണ്ടതിനായി വീണ്ടും ദൈവത്തോടെ പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മഹാപരിശുദ്ധനും നിത്യനുമായിരിക്കും ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായ പരമപിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ കർത്താവേ, ഈ ഞായറാഴ്ച ദിവസത്തിന്റെ ഈ സന്ധ്യാസമയത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവെ, ഈവനിങ് വർഷിപ്പായിട്ട് കൂടി വരുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചല്ലേ കർത്താവെ. കർത്താവെ ഹല്ലേലൂയ. ഈ ആരാധനയുടെ നടുവിലെല്ലാം ദൈവത്തിന്റെ കൃപയുണ്ടായിരുന്നതിനായി സ്തോത്രം. ആരംഭം തൊട്ട് അവസാനം വരെയും കർത്താവെ ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കൃപ തന്നിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. മനോഹരമായ ഗാനങ്ങൾ കർത്താവെ പാടി സഹായിച്ച പ്രിയ ദൈവദാസനോട് കുടുംബത്തോടെ ദൈവമേ കരുണ തോന്നിയവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവോടെ സ്തോത്രം. ഈ ആരാധന ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവദാസനെ ചാക്കോ പാസ്റ്റർ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്താട്ട് കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. വൈസ് പ്രസിഡന്റിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജനറൽ സെക്രട്ടറിക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാവരെയും സഹായിക്കണം. ഇന്റർനാഷണൽ പ്രയറിനെ ഇടത്തോളം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. പ്രസിഡന്റിനായി സ്തോത്രം. കുടുംബമായി ദൈവം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചല്ലോ. ആ വിഷയങ്ങൾക്കെല്ലാം മറുപടി കാണുവാൻ കൊണ്ടേയാക്കുമാറാകണമേ. ഇന്ന് രാത്രി യോബിന്റെ പുസ്തകത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവ്. യോബ് പറയും, ഞങ്ങളുടെ നാളുകൾ നെയ്ത്തോട്ടത്തേക്കാൾ അധികം വേഗത്തിലാണെന്ന് കർത്താവെ. ഞങ്ങളുടെ നാളുകൾ പെട്ടെന്നാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ നടുവിൽ ദൈവമേ, ഞങ്ങൾ ദൈവത്തെങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തി മുന്നോട്ട് പോകാൻ തക്കൊണ്ട് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ എന്ന് സങ്കീർത്തനത്തിൽ ഞങ്ങൾ വായിക്കുന്നുണ്ടല്ലോ കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. അതിനായി ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ നാളുകൾ 4 വിരൽ നീളമാക്കിയിരിക്കുന്നല്ലോ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ചെയ്ത് മനുഷ്യൻ ഉറച്ചു നിന്നാലും ശ്വാസമുത്രയെന്ന് എന്റെ വനത്തുള്ളതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് സഹായിച്ചാട്ട് മാനവും മഹത്വം എല്ലാം കർത്താവ് എടുക്കണം. ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നമ്മോടും നാം പ്രാർത്ഥിച്ച സകല വിഷയത്തോടും ഇന്നത്തെ നമ്മുടെ ആരാധനയോടും ഉണ്ടായി ഇപ്പോഴെപ്പോഴും എന്നുവന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ. 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 ആമേൻ. കർത്താവായ യേശുവേ വരയണമേ. പ്രൈസ് ദി ലോർഡ്.